ഇത് ചിക്കൻ ആണല്ലോ. ബീഫാണ്. ബീഫ് ഇറച്ചി കണ്ടറിയില്ലേ? ഉമ്മമാക്ക് കൊടുക്കും. ഉമ്മമാക്ക് അറിയാം ബീഫ് കണ്ടില്ല. ഇത് ചിക്കനാ. ഞങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ് ഇറച്ചി. അത് ഉമ്മമ്മ പറഞ്ഞാണ് ഉമ്മമാക്ക് ബീഫ് കണ്ടാണ് ബീഫല്ലേ? ഞാൻ കരുതിയ ഉറുമ്പ പടച്ചോനെ. അത് ഉറുമ്പന്നെയാണ്. ഇത് ഏലക്കായത് പെടയുടെ ഏലക്കായോ? എന്ത് ഏലക്കായ? ഇത് എന്ത് ടൈപ്പ് ഏലക്കായാണിത്? ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോണത് ഇതാണ്. എന്താണ് ആ ഒരു കാര്യമാണ്. ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാര്യങ്ങൾ പലവിധമുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പെരൻ്റെ കാര്യമുണ്ട്. അതേപോലെ തന്നെ കഴിച്ച് നമ്മളെ റോഡിൻ്റെ കാര്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ മതിൽ കെട്ടണം. അതേപോലെ തന്നെ മരങ്ങൾ നമുക്ക് നടാനുണ്ട്. കൃഷിൻ്റെ കാര്യം നമുക്ക് ചെയ്യാനുണ്ട്. കൃഷി ചെയ്യാണ്ട് ഇനിയിപ്പോൾ 4-5 പശുവിൻ്റെ പാല് കൊണ്ടുപോയി കൊടുക്കാനുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് മിമിക്രിൻ്റെ പരിപാടിക്ക് പോകാനുണ്ട്. പിന്നെ വേറെ മറ്റേ കോട്ടക്കൽ പരിപാടി ഉണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇതുള്ളത്. എന്താണ് മിമിക്രിയും പാലൊക്കെ? ഒരു കഥയില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എന്താട്ടാ? പാലും തിരിച്ചു ബാബു പശുവിനെ മരം. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വീഡിയോ എടുക്കേണ്ടതെന്ന് അറിയുന്നില്ല. കാരണം രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ്. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി തുടങ്ങിയ മഴ. നമുക്ക് ഇപ്രാവശ്യം ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ മഴ എന്ന് തന്നെ പറയാം ഗൈസ്. അതായത് നിങ്ങൾക്ക് നമ്മളെ വീഡിയോ വേറെ എവിടെയെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മഴ കിട്ടിക്കാണും ഗൈസ്. നമ്മളെ ഈ നിലമ്പൂര് ഏരിയയിലൊന്നും അങ്ങനെ മഴ കിട്ടിയിട്ടില്ല. ഇന്നാണ് തോന്നുന്നത് ഒരു നല്ലൊരു മഴ നമുക്ക് കിട്ടിയത്. അതേപോലെ തന്നെ ഗൈസ് നമുക്ക് വേറൊരു പ്രശ്നം പറ്റിയിരിക്കണ്. ഇമ്മാൻ്റെ ഫോണിലത്തെ യൂട്യൂബ് പൊയ്ക്കണ് ഗൈസ്. അതേപോലെ തന്നെ നമ്മളെ ടി വിത്തെ യൂട്യൂബും യൂട്യൂബ് അല്ലല്ലേ ടി വിത്തെ വൈഫൈൻ്റെ കണക്ഷനും ഗൈസ് അതേപോലെ തന്നെ പോയിക്കണ്. വളരെ വലിയൊരു പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ ഐപ്പാടത്തിയും പോയി. വളരെ വലിയൊരു പ്രശ്നത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മാക്കും ഇമ്മമാക്കും ഇനി യൂട്യൂബ് കാണാനുള്ളൊരു അവസരം ഇല്ല എന്ന് തന്നെ പറയാം. ഞാനൊരു വാർത്ത വായിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു വിഭവം പഴംപൊരിയും അതേപോലെ തന്നെ ബീഫും അല്ലേ. അപ്പോൾ ഇവര് രണ്ടാളും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പഴംപൊരിയും ബീഫും കഴിച്ചിട്ടില്ല. അപ്പോൾ മമ്മ പഴംപൊരിക്ക് എങ്ങനെയാണ് നമ്മൾ ബീഫ് ഉണ്ടാക്കുക? പഴംപൊരിക്ക് സാധാരണ ബീഫ് ഉണ്ടാക്കുക അറിയില്ല, ഞങ്ങൾ കഴിച്ചാത്തല്ലേ. പിന്നെ അതെങ്ങനെയാണെന്ന് അറിയാം. എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക? അത് കറി വെച്ചിട്ടാണ് ഉണ്ടാക്കല് അതോ വരട്ടിയിട്ടാണ് ഉണ്ടാക്കല്? വല്ലാതെ കറി വേണ്ടി വരൂല, ഒരു വരട്ട് പാവത്തിൽ വേണ്ടി വരും. വല്ലാതെ വേണ്ടെന്നല്ല, കറിയില്ല. അതായത് നമ്മള് ബീഫ് വരട്ടലില്ലേ, ബീഫ് വരട്ടിയിട്ടില്ല. ബീഫ് വരട്ടലും പിന്നെ സാധാ പഴംപൊരി. പിന്നെ വേറൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴംപൊരി എന്നുള്ള സംഭവം കഴിച്ച് നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല. നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കിയതാണ്, പക്ഷേങ്കിൽ അതിൻ്റെ മാവിൻ്റെ ടേസ്റ്റ് പോയി. അപ്പോൾ നമ്മൾ എൻ്റെ ഫോണിൽ യൂട്യൂബിൽ നോക്കേണ്ടി വരും എങ്ങനെയാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കണേ എന്നുള്ളത്. അപ്പോൾ കഴിച്ച് നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. നേരെ നട്ടുച്ച നേരത്താണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. നട്ടുച്ചയ്ക്ക് എവിടെ ബീഫ് ഉണ്ടാവുക അമ്മമ്മ? എവിടെ ഉണ്ടാകാന്ന് പോയി നോക്കിയാൽ തന്നെ മക്കളെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇമ്മ നട്ടുച്ചക്ക് ബീഫ് കിട്ടുമോ? കിട്ടിയാൽ വെക്കാം, കിട്ടിയാൽ വെക്കാം കഴിച്ച്. കാലാവസ്ഥ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏതാ ടൈം? ഒന്നെങ്കിൽ നേരം വൈകുന്നേരം, രണ്ടിലൊരു നേരമാണ്. രണ്ടിലും കഴിച്ച് ഒരു നേരമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാനും അനിയനും എന്നാലും നട്ടുച്ചക്ക് ബീഫ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് പോട്ടെ കേട്ടോ. അപ്പൊ നിങ്ങള് അതുവരെ ഉമ്മാക്കിപ്പോ ഉണ്ടാക്കാൻ അറിയില്ല. എന്റെ ഫോൺ ഇവിടെ തന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പൈസ കൊടുക്കണ്ടേ? കൊണ്ടേക്ക വന്നിട്ട് മതി. ബീഫൊക്കെ മുറിച്ച് കഴുകി ഒക്കെ ശരിയാക്കണ്ടേ. കിട്ടുകയാണെങ്കിലേ ബീഫ് വെട്ടാട്ട് വാങ്ങിക്കോളി, നല്ലതുണ്ടാൻ മൊത്തത്തിൽ വാങ്ങിക്കൊണ്ടിരിക്കും. അല്ലല്ല, അങ്ങനെയല്ലടാ. ഇത് വെട്ടിക്കരച്ച പസളി എല്ലും മുട്ടിയൊക്കെ പാടെ കൂട്ടിട്ട് കഷ്ണമായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ കൊണ്ട് മുറിച്ചാ ബീഫിന്റെ കിട്ടുക നോക്കട്ടെ. പോയി നോക്കി. അപ്പൊ ഞാനും അനിയനും ഒന്ന് ഇറങ്ങാൻ നോക്കട്ടെ. വണ്ടിയില് കോട്ട് അതില്ലാത്തമാർക്കും അറിയില്ലേ മയത്ത് കോട്ടിട്ട് പോകുന്നു. ഒരു കോട്ടും പാടെ വേണം. മമ്മക്ക് എന്താ പറയാനുള്ളത് പ്രത്യേകിച്ച്?
എന്താ പറയാല് നമ്മളെ നാട്ടുകാരോട് എന്താണ് പറഞ്ഞു കൊടുക്കാറ്? നാട്ടുകാർ എന്താണ് മഴയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, വീഡിയോക്ക് ഒന്നും വീഡിയോ ഒന്നും ഇവിടെ ഒന്നിൻ്റെ രസം നമുക്ക് കാണിച്ചാൽ അവിടെ എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പൊറിക്കൊക്കെ ഇട്ടീനി. ഇപ്പോൾ ഇവിടെ എന്താണ് അറിയില്ല, ഇവിടത്തെ കുഴപ്പമൊന്നും നമുക്ക് പറയാനുമില്ല. നമുക്ക് വീഡിയോ തരികയാണ്, നമുക്ക് അതേ അറിയുള്ളൂ. എന്തായിരുന്നു ഒരു കഥയും കിട്ടുന്നില്ല. എന്താപ്പം കുറ്റം പറയാം? കുറ്റം പറയാനൊന്നുമില്ല. എന്നാൽ നമുക്കിട്ട് വീഡിയോ അല്ലേ, എന്താ സംഭവം അറിയണില്ല. കോട്ട് വേണ്ട, കോട്ട് വണ്ടിയിൽ ഇട്ടാൽ മതി, ഇപ്പൊ മഴ ഇല്ലല്ലോ. ചെറിയൊരു മഴ തോർന്ന് നിൽക്കുക നമ്മൾ പോവാൻ വേണ്ടിട്ട്. എനിക്ക് തൊപ്പിയാണോ? തൊപ്പിയല്ല, ഹെൽമെറ്റ്. ഇന്നത്തെ ദിവസം തുള്ളി മുറിഞ്ഞിട്ടില്ല, അങ്ങനെ പെയ്ത് കൊടുക്കുകയാണ്. പെയ്യട്ടെ. അപ്പൊ ഗൈസ് നമ്മള് പോയി നോക്കട്ടെ. ആദ്യം നോട്ടി ഗൈസ് ബീഫ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇത് നോക്കിയാ ബീഫ് അവിടെ അടച്ചിക്കണ്. ഉച്ച ടൈമായില്ലേ, അപ്പത്തിന് ബീഫ് കഴിഞ്ഞാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വെക്കണം, നല്ല മഴയും പെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കടിയും തപ്പിയാണ് ഇനി പൂത്തല് പോയേക്കണം. പൂത്തല് നേരിൽ കിട്ടിയാൽ മതിന്. നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനി ഇവിടുന്ന് ഇറങ്ങാൻ നോക്കട്ടെ. കോട്ടിടല്ലേ, കോട്ടിട്ടിട്ട് പോവല്ലേ ഗൈസ്. ഞങ്ങളെ പഞ്ചായത്തിൽ ഞങ്ങൾ എല്ലായിടത്തും നോക്കി ബീഫ് എവിടെയെങ്കിലും കിട്ടാണ്ടോന്ന്, പക്ഷെ കിട്ടാല്ല കേട്ടോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നട്ടുച്ചക്ക് ആരെങ്കിലും ബീഫൊക്കെ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നടക്കൂല. കാരണം ഉച്ചക്ക് എന്താ, ഉച്ചക്ക് കടകളൊക്കെ അവധിയാക്കിയാലും ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല, കടകളൊക്കെ പൂട്ടും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നട്ടുച്ചക്ക് മാത്രം നിങ്ങൾ ബീഫ് വാങ്ങാൻ ഇറങ്ങിയത്. വൈകുന്നേരം ബീഫ് കിട്ടുമോ? പോണാടുന്നേ രാവിലെ അല്ല അറിവുണ്ടാവുള്ളൂ. എനിക്ക് അപ്പോഴേ തോന്നിനി. പിന്നെ ഒരു വിശ്വാസത്തിലോട്ട് പോയിക്കുക, പക്ഷെ അത് മൂഞ്ചി. പിന്നെ കഴിച്ച് വേറെ കോമഡി ഞാൻ കാട്ടിത്തരാം. ഞാൻ റെയിൻകോട്ട് ഇട്ടു, നല്ല മഴയുണ്ട്. അപ്പോൾ ഞാൻ റെയിൻകോട്ട് ഇട്ടു. റെയിൻകോട്ട് ഇട്ടുന്ന രീതി എടുത്തുതരാം. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ റെയിൻകോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഇങ്ങനെ കെട്ടിയിട്ട് കൈ രണ്ടും ബാക്ക് കെട്ടിക്കുക. അതെന്താ ഉദ്ദേശം? എന്താ നമ്മൾ എന്നും പഴയ ഐഡിയകൾ കൊണ്ട് നിന്ന് പോയാൽ പോരാ, നമ്മൾ പുതിയ ഐഡിയകൾ കണ്ടെത്തണം. ഞാൻ സ്വന്തമായിട്ട് കണ്ടെത്തിയ ഒരു ഐഡിയ ആണ് ഈ ഒരു വെറൈറ്റി ഐഡിയ. നല്ലതാ. അപ്പോൾ ഇനിയുള്ള ഒരു പ്രതീക്ഷ പറഞ്ഞാൽ നമുക്ക് ഇടക്കരയാണ്. ഇടക്കരങ്ങാടിയിൽ നമുക്ക് കിട്ടും തോന്നുന്നുണ്ട്. നമ്മളെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം അല്ലേ? നല്ലൊരു മഴ പെയ്യുന്നു കണ്ടോ. അപ്പൊ ഈ അവസ്ഥയിലാണ് പോയി നോക്കട്ടെ. ഇടക്കരയും കൂടിയാണ് ലാസ്റ്റ് പ്രതീക്ഷ. അവിടെ ഇല്ലാന്ന് എന്തെങ്കിലും മൂഞ്ചി അല്ലേ? നോക്കട്ടെ ഗൈസ്, ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. നോക്കാം നമുക്ക്. നമ്മൾ ഇടക്കരങ്ങാടി ഫുള്ള് കറങ്ങി നട്ടുച്ചക്ക് എവിടെയും ബീഫ് കിട്ടൂല എന്ന് മനസ്സിലാക്കിയ രീതിക്ക് നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി വന്നിക്കാണ്. അതൊക്കെ ചിക്കൻ എത്ര റേറ്റ്? 200 കൂടിയോ? ഓ ഗൈസ്, അപ്പോൾ നമ്മൾ ബീഫ് നട്ടുച്ചക്ക് കിട്ടൂലല്ലേ കാക്ക? അങ്ങാടി ഇല്ല, എവിടെ ഇല്ല, അവിടെ ഒന്നുമില്ല. എന്നാ കാക്ക നമ്മൾ എത്ര കിലോ എടുക്കുക? 2 കിലോ വാങ്ങിക്കണം. എന്നാ കാക്ക ഒരു 2 കിലോ ഇറച്ചി തരി. കറിക്കല്ല, നമുക്ക് വരട്ടാനാണ്. അതായത് നമ്മൾ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എന്താ അതിൻ്റെ പേര്? പയമ്പൊരിയും ബീഫും ആണ്. അപ്പം ഇനി പയമ്പൊരിയും ഇത് വെക്കാൻ, പയമ്പൊരിയും ചിക്കനും ആണ് ഗൈസ് നമ്മൾ ഇനി വെക്കാൻ പോണത്. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല, എന്നാലും നമ്മളത് വെച്ച് നോക്കുക. അപ്പോൾ ആ ചെറിയ ചെറിയ കണ്ടങ്ങളാക്കി ആയിരുന്നല്ലേ കറിക്കുള്ള രീതിയിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പയം വാങ്ങാനുണ്ട്. ശരി, അവിടുത്തെ കട അടച്ചിങ്ങനെ. അപ്പോൾ നമുക്ക് പോണേക്ക് വാങ്ങാം. അപ്പുറത്തുണ്ട്, പക്ഷെ അപ്പുറത്തെ പൗത്തിട്ടില്ല തോന്നുന്നുണ്ട്. ഗൈസ് നിങ്ങളൊരു ഇവിടെ വാ അവിടെ എന്താ? രതീശാക്കണ അവിടെ ഇരിക്കണ്. പയമ്പൊരി നമ്മൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളാ ടേസ്റ്റ് കിട്ടൂല അല്ലേ? ഇവിടെ വാ. അത് കണ്ടോ ഗൈസ് നിങ്ങൾ, ഈ പഞ്ചായത്തിലത്തെ എല്ലാ ടീമും ഉണ്ട് അവിടെ. അതെ, കളി കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസമായി, ഇതുവരെ അത് കൊണ്ടുപോയിട്ടില്ല. എല്ലാ ആൾക്കാരും ഉണ്ട്. പക്ഷെ എന്താ അറിയോ, അതിലൊരൊറ്റ കളിക്കാരും ഇല്ല, അതൊക്കെ നാട്ടുകാരാണ്. ഇതിൽ മെയിൻ പ്ലേയേഴ്സ് മാത്രമല്ല, അതായത് എല്ലാ ടീമത്തെ പ്ലേയേഴ്സും മാത്രം മെയിൻ ആയിട്ടില്ല. അവിടെ അത് നമ്മളെ ഇപ്പൊ ഇന്ത്യക്കാരനാണ്, കേരളത്തിലത്തെ ഒരു മലയാളിയാണ്. ഇപ്പോൾ ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിച്ചിരുന്ന മലയാളി. സംഭവം സെറ്റാണ്. സംഭവം നമ്മളും ഇതേപോലെ തന്നെ കൈസ് കാട്ടിയത്. പക്ഷെ അതൊക്കെ പോയി. നമ്മളെ ഫ്ലെക്സ് വായനശാലയിലുണ്ട്, മടക്കി അങ്ങാടിയിൽ നിന്ന് ഞങ്ങൾ മടക്കി കൊണ്ടുവച്ച് വായനശാലയിൽ സേഫായി വെച്ചിരിക്കണം. ഇനി അടുത്ത നമ്മള് വേൾഡ് കപ്പിന് നമ്മൾ വീണ്ടും ഉയർത്തുന്നതിനെ കാരണം. അല്ലെങ്കിൽ അവിടെ അങ്ങാടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ആൾക്കാർ കുത്തി പൊളിച്ചും. അപ്പോൾ ഗൈസ് നമ്മൾ പെരീക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇമ്മാക്കും നമുക്ക് അറിയില്ല നമ്മളെ പെരപ്പണി നടക്കുന്നത്. അതുപോലെ ഈ വീഡിയോസ് പോലും കാണൂല, കാരണം ഓലെ യൂട്യൂബൊക്കെ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓലെ 2 ആളിൽ നമ്മൾ യൂട്യൂബ് ഡിലീറ്റ് ആക്കി കഴിഞ്ഞേക്കാണ്, അല്ലാതെ വേറൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല കേട്ടോ.
കാരണം ഓലി നമ്മളെ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പെരപ്പണി നടക്കുന്ന കാര്യം കാണും. കാരണം ഇമ്മാനെ ഗൈസ് കൂടുതൽ നാളിങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇമ്മ എല്ലാവരോടും വിളിച്ച് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഫോണത്തെ യൂട്യൂബ് പോയി അതൊന്ന് ശരിയാക്കി തരുമോ, എന്താ കാട്ടേണ്ടതെന്നൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പണിയാകില്ല ഇനിയോ. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാനെ മാത്രം നമ്മളെ പെരൊന്ന് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ഇമ്മാൻ്റെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇമ്മമാനെ പിന്നെ ആക്കം പോലെ നമ്മൾ കാണിക്കുക, കുറച്ചൊക്കെ ഒന്ന് കയറിയിട്ട് പെരൊന്ന് എന്താ പറയുക വാർപ്പിൻ്റെ ഒക്കെ ഒരു മുമ്പൊക്കെ ആയിട്ട് നമുക്ക് ഇമ്മമാനെ കാണിക്കാം. എന്താണ് എൻ്റെ ഒരു അഭിപ്രായം? അങ്ങനെ മതി. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ എന്നോട് പറയാനായിട്ട് എല്ലാവരോടും വിളിച്ചു ചോദിച്ചാൽ, അതായത് ഇവൻ്റെ പെണ്ണുങ്ങളെ പെരക്കാരോട് വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബ് കിട്ടണോ, ഇന്ത്യയിൽ യൂട്യൂബ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നറിയോ. എല്ലാവരെയും വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബ് കിട്ടുന്നുണ്ടെന്നൊക്കെ. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇമ്മ ഡേഞ്ചറാണ്. ഇമ്മനെ നോക്കന്നെ വേണം. ഇമ്മമ്മ പിന്നെയും കുഴപ്പമില്ല. ഇമ്മ ഗൈസ് ഒരു സൈക്കോ സ്വഭാവമാണ്, സീനാണ്. എന്തായി വാ നമുക്ക് ഉള്ളിൽ കയറല്ലേ, വാ. ഇത് കാണുമ്പോൾ എന്ത് പറയാവോ. ലേറ്റ് ഇല്ല മാ ബാ തുടങ്ങല്ലേ. ബാ അതൊക്കെ കിട്ടും. ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടാക്കുവോ. ഇത് ചിക്കനാണല്ലോ. ബീഫാണ്. ബീഫ് ഇറച്ചി കണ്ടറിയില്ലേ. ഉമ്മമാക്ക് കൊടുക്കും. ഉമ്മമാക്ക് അറിയാം ബീഫ് കണ്ടില്ല. ഇത് ചിക്കനാ. ഞങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ് ഇറച്ചി. ബീഫല്ലേ അത്രയുള്ളൂ. ഞാൻ പറഞ്ഞുതരും. അല്ല ഇമ്മാന്റെ മായിക്കല്ല ഉമ്മമ്മ ഇപ്പൊ ഏറ്റവും കൂടുതൽ കുറച്ചേലൊക്കെ ബുദ്ധിയില്ല ഉമ്മമാക്കാണ്. ഉമ്മമാനെ അങ്ങനെ പറ്റിച്ചാലൊന്നും പറ്റൂല. ആ പൊട്ടിച്ചോളി, ധൈര്യമായിട്ട് പൊട്ടിച്ചോളി. നമ്മളെ ബീഫിന്റെ കണ്ടത്തിന്റെ ഓരോ വലിപ്പം നോക്ക് ജി. ചിക്കനാണോ ബീഫാണോ നോക്കാണിമ്മ. മൂരിയിറച്ചിയാണത്. പിന്നെ ഇമ്മമാക്ക് എന്താ കണ്ടറിയില്ല. അതന്നെ ഉമ്മമാനെ പറ്റിച്ചാ നോക്കണേ. കണ്ടിട്ട് ചിക്കൻ ഇറച്ചി പോലെ ഇമ്മമാക്ക് കണ്ടിട്ട് എന്താ തോന്നണേ. ബീഫല്ലേ അതാണ് അത്രയുള്ളൂ. ഇമ്മെന്താ ആദ്യമായിട്ടാ ബീഫ് ആണ്. സത്യമായിട്ടോ ചിക്കൻ ഇറച്ചിയാണത്. മൂരിയിറച്ചി കണ്ടിട്ടില്ലേ? അപ്പൊ മൂരിയിറച്ചി അങ്ങനെയല്ല. ഇതൊക്കെ കോഴിന്റെ കാല്. ഏത് മറ്റേ ഇതാണ് ബീഫിന്റെ കൊരവള്ളിയാണത്. പഴംപൊരി ആരുണ്ടാക്കണം മമ്മ? നമ്മളെല്ലാരും കൂടി കൂടിയാ ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ ഇന്ന് നമ്മളെ പഴംപൊരിയും അതേപോലെ തന്നെ ബീഫ് നമ്മൾ വെക്കാൻ വേണ്ടി പോവുകയാണ്. ലൈറ്റ് എഫക്റ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടില്ല ഇവിടെ. അപ്പൊ എന്ത് യൂട്യൂബിൽ നോക്കിയില്ലേ? അതിന് അവിടെ യൂട്യൂബ് ഞാൻ നോക്കി, എനിക്ക് മനസ്സിലായി ഏകദേശം. അരിപ്പൊടിയൊക്കെ വേണം. അരിപ്പൊടി പുട്ടുപൊടിയേ ഉള്ളൂ. അതന്നെ അരിപ്പൊടി. അരിപ്പൊടി പുട്ടുപൊടി അല്ല. അല്ല അരിപ്പൊടി ഉണ്ട്. പിന്നെ ഇത് തന്നെയാണ്. എന്താണ് നൂൽപുട്ടിന്റെ പൊടിയോ? പാട്ടത്തേക്ക് അത് വെള്ളം തോരണ്ടേ? വളം തോരണം. ഞാനേ ആ ലൈറ്റ് ഒന്ന് എടുക്കട്ടെ. പഴംപൊരിക്ക് എന്താ വേണ്ടിയെന്ന് പറഞ്ഞാല് മൈദ. മൈദല്ലേ? ആ മൈദ ഉണ്ടാവും. നോക്കട്ടെ ഉണ്ടാവും. ഇതാ മൈദ ഉണ്ട്. അതിന് പുട്ടുപൊടി പറഞ്ഞേച്ച് ഇവിടുത്തെ പോയോ? ഇവിടുത്തെ നമ്മള് ഇത് വെച്ചാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അത് ലേറ്റ് ആയി. മമ്മോടെ എന്തൊക്കെയാ ചെമ്പിലുണ്ടാക്കണേ? എന്ത് പഴംപൊരിയോ? നമ്മക്ക് പോയാലാണോ അമ്മമ്മ ബീഫ് കിട്ടാത്ത? അല്ലേ? ഇത് എവിടുന്ന് കിട്ടിയറിയോ?
ഇടക്കര പോയി ഇവിടെ എവിടെയില്ല പോത്തെല്ലാം ഒന്നും കിട്ടല്ല ബീഫ്. അപ്പൊ പിന്നെ നമ്മള് ഇടക്കര പോയി ബീഫ് വാങ്ങി എട്ട് സാധനം. ആട്ടാർച്ചി വാങ്ങി. പക്ഷെ ഈ ബീഫിനുണ്ടല്ലോ കുറച്ച് കട്ടിങ് കാണൂല്ലേ മൈക്കില്ലേ അമ്മ? വലിയ കണ്ടാക്കി വെട്ടിയാണ്. വലിയ കണ്ടാക്കി വെട്ടി സെറ്റ് ബീഫ് ഗൈസ്. അപ്പൊ എല്ലാരും ബീഫൊക്കെ വാങ്ങാൻ അവിടെ ആൾക്കാർ നമ്മൾ ഈ ഇടക്കര ഭാഗത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇടക്കര പോയി കഴിഞ്ഞാൽ വലിയ വലിയ ബീഫിന്റെ കഷ്ണങ്ങൾ കിട്ടുട്ടോ. അതെന്തിനാ? ചോരമായം പോകണമെന്നുണ്ടെങ്കിൽ സുർക്ക് ഒഴിച്ചാണെന്നാണ് പറയുന്നത്. നമ്മക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ടാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ കൈവരും. ആണോ? നിങ്ങളോടിപ്പോ എല്ലാ കാര്യം പറയാൻ പറ്റും. അതൊക്കെ ഞാൻ മാറ്റിയിട്ടാ. എന്ത് എന്ത് ആകെ കുറച്ച് സാധനങ്ങളൊക്കെ കോഴിക്കൾക്ക്. കോഴിക്കള് കോഴിയിറച്ചനെ തിന്നിട്ടോ, എല്ലാം തിന്നു ഇറ്റാള്. അതങ്ങനെ ഒന്ന് അങ്ങനല്ല, എല്ലാ ഇറച്ചിയും തിന്നേ ഉദ്ദേശിച്ചത്. അതായത് കോഴിക്കള് ഇറച്ചി ആണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഇന്നേ തിന്നാവുള്ളൂ, ഇന്നേ തിന്നാൻ പാടില്ലാത്തൊന്നും കോഴിക്കൊക്കെ അറിയില്ല. അയച്ചേക്ക് എന്തെങ്കിലുമൊക്കെ കൊത്തി കുറച്ച് തിന്നണം. വൈകുന്നേരം നേരത്തെ കൂട്ടുകൂടാൻ നേരത്തെ കുറച്ച് കല്ലും ചെറിയ കല്ലുണ്ടല്ലോ, അത് കൊത്തി തിന്നും. ദഹിച്ചാൻ വേണ്ടിട്ട് കൈസ് അയിറ്റാള് പുല്ലും തിന്നും. ഇപ്പൊ ഈ പൂച്ചൊക്കെ കണ്ടിട്ടില്ലേ, പൂച്ച പുല്ലുന്നും പട്ടിയാള് പുല്ലുന്നും. അതായത് അയിറ്റാളെ ദഹനം നടക്കാൻ വേണ്ടിട്ട് അയിറ്റാൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെന്നുണ്ടെങ്കിൽ അയിറ്റാള് തിന്നും അല്ലേ അമ്മ? ആ ഇമ്മ തന്നെ ഇമ്മ കണ്ടിട്ടില്ലേ, ഇപ്പൊ നമ്മളെ മറ്റേ പെരപ്പണി എടുക്കണ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ അമ്മ ഒരു കേട്ട് പുല്ല് ഏറ്റി വരും. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ കോഴിക്കൊക്കെ വേണ്ടിയിട്ടാണ്. കോഴിക്കള് പുല്ലുന്നും അതിന് വേണ്ടിയിട്ടാണ്, ദഹനം നടക്കണം. അന്നോടെ വിട്ടിട്ടില്ലേ. അപ്പൊ നമ്മളെ ബീഫ് ഒന്ന് കേജിട്ട് നമുക്ക് കാണാൻ ഇടക്കാര് പോകേണ്ടി വന്നപ്പോ ബീഫ് കിട്ടാന്. അതാണ് നമ്മളെ നാട്ടില് കിട്ടാലേ. ഞാൻ പറഞ്ഞാണ് ഉച്ച വരെ ഉണ്ടാവുള്ളൂ. മമ്മല്ലേ പറഞ്ഞ എപ്പോഴും ഉണ്ടാവും പറഞ്ഞിട്ട് വരെ ഉണ്ടായില്ല. കിട്ടി അവസാനം കിട്ടി. നോക്കല്ല, ഇത് വെച്ചാണ്ട് നമ്മള് ചെയ്യാം. ഉമ്മമ്മ പണ്ടെങ്ങനെയോ ഒന്നും ഉണ്ടാക്കിയന്, പക്ഷെ അത് ഇന്നാള് വെച്ചിട്ട് കൊളായി. മമ്മ പണ്ടുണ്ടാക്കിയത് പുതിയ രീതി നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും കൂടി ഉണ്ടാക്കുമ്പോഴേ കുറ്റാണ് മാറും. അപ്പൊ ഒരാളെ തലേക്ക് പോകില്ലല്ലോ, മിക്സ് ആയല്ലേ പോകുള്ളൂ. അപ്പൊ കുഴപ്പമില്ല. ഇനിയിപ്പോ കുറ്റാണെന്നുണ്ടെങ്കിലും എല്ലാരും കൂടി ഉണ്ടാക്കിയാണ്. ആരും പറയില്ലല്ലോ. ഞാനും അതെന്നെ കണ്ടത്, ആ ഭാഗം തന്നെ. അങ്ങനെ എന്നാലേ ഒരാൾക്ക് കുറ്റം കിട്ടില്ല. നമ്മള് നാലാൾ ഉണ്ടാക്കുക, നാലാൾ തിന്നുക. അപ്പൊ കുറ്റം ആരെ തലേക്ക് വരൂല, എല്ലാരും തലയിൽ കൂടി വരും. അപ്പൊ കഴിച്ച് നമുക്ക് ഇനി ചിക്കൻ കേക്ക് കഴിയട്ടെ, അല്ല ബീഫ് കേക്ക് കഴിയട്ടെ. ബീഫ് കേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പൊ ഗൈസ് നമ്മൾ ആരംഭിക്കുകയാണ് നമ്മുടെ പഴംപൊരിയും അതേപോലെ തന്നെ ബീഫും അല്ലേ മമ്മ? നമ്മളെ ബീഫ് എങ്ങനെ ഉണ്ടാക്കാനാണ് നമ്മൾ പോണത്? ബീഫ് എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ വലിയ കറിയില്ലാതെ ഒരു പരലനാക്കിയിട്ട് വരട്ടുക. അപ്പൊ നമ്മൾ വരട്ടിയിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് അതിൽ ഒപ്പി തന്നതാണ്, അപ്പോഴാണ് നമ്മൾ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. മമ്മ, ഈ ബീഫിന്റെ ഒരു നല്ലൊരു ഉപയോഗം എന്താണെന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ, ബീഫിന്റെ ഒരു ഉപയോഗം എന്താണ്? ബീഫിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മള് എപ്പോഴും നിന്നത് കിട്ടൂലല്ലോ. ഇത് ബീഫ് വേറെ സാധനം, കോഴിയൊക്കെ എപ്പോഴും കിട്ടും. അപ്പൊ നമുക്ക് എപ്പോഴേലൊക്കെ കിട്ടുള്ളൂ. അതാണ് ഒരു ബീഫിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? അതെ. അല്ല തിന്നാനല്ല അല്ലേ? തിന്നാനപ്പൊ തിന്നും ചെയ്യാം. നമുക്ക് ബീഫ് എപ്പോഴും കിട്ടൂലല്ലോ, കോഴി കിട്ടണമായിരിക്കും. കോഴി വണ്ടി ചെന്ന് കണ്ടി നമുക്ക് ഒരു കോഴി ആണെന്ന് പറഞ്ഞാൽ 1 കിലോ ഇറച്ചി ഇടണം, നമുക്ക് 1 കിലോ കണക്കാക്കി തരും, ബാക്കി ഒരാൾ വെക്കും. പിന്നെ വേറെ ആരും വരുമ്പോ ഒന്നിനറക്കും. കൊറേ കോഴിനെ അറുത്തിക്കണ ഇമ്മ കൊറേ പോത്തിനെ അറുത്തിട്ടില്ലല്ലേ ഇതുവരെ? കോഴിനെ അറുത്തിട്ടൊന്നുമില്ല. കോഴിനെ നമ്മള് പണ്ട് പെരിയുണ്ടായ ടൈം, പണ്ട് കുടുംബക്കാരൊക്കെ വരുമ്പോ കോഴികളുണ്ടാവും. അപ്പൊ ആറ്റി പിടിച്ചിട്ട് അയലകത്ത് കൊണ്ടുപോയിക്കൊണ്ട് അർപ്പിച്ചോണ്ടും. നമ്മള് പണ്ടുണ്ടല്ലോ നമ്മളെ കുടുംബത്തില് ആരെങ്കിലും ഒക്കെ വിരുന്ന് വന്നു കഴിഞ്ഞാല് നമ്മളെ തറവാട്ടില് കോഴികളുണ്ടാവും. എന്നിട്ട് ഒരിക്കൽ നമുക്ക് ഫുഡ് വെച്ച് കൊടുക്കണമല്ലോ. അപ്പൊ നമ്മൾ എന്താ കാട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോഴിക്കൂട്ടിൽ തന്നെ നമ്മൾ ഒരു കോഴിനെ പിടിച്ചും. എന്നിട്ട് ആ കോഴിനെ ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല, നമ്മൾ കഴിച്ച് അതിനെ മണ്ടി പാഞ്ഞ് പിടിച്ചിട്ട് അതിനൊക്കെ അറുത്ത് കൊടുത്തൊരു കാലം ഉണ്ടായിനി നമുക്ക് അല്ലേ? ഇപ്പോഴാണ് നമ്മൾ കോഴിപ്പീടിയിലൊക്കെ പോയി കോഴിക്കളൊക്കെ അറക്കണത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ല അന്ന് ഉമ്മ ഇല്ലാഞ്ഞോ? അതാ ഞാൻ ആലോചിക്കണേ. അന്ന് കഴിച്ച് ഉമ്മ ഗൾഫിലാണ്. അപ്പൊ അന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കോഴിക്കളെ അറക്കാൻ സമ്മതിക്കൂലാണ്. പിന്നെ ഇവിടെ കൊറേ കാലം കോഴിയും ചിക്കനൊക്കെ തിന്നീനില്ലേ? ഇതെന്താന്നാ പറഞ്ഞേ?
ഇതെന്താന്ന് ചോദിച്ചപ്പോ ഏത് പൊട്ടനും അറിയുന്നത് തന്നെ വായന എന്താണ് സാരി ധരിച്ചിടോ ഈ വിളിച്ച കണ്ടിട്ട് പോകുന്നത് ഇതിപ്പോ ഏത് പൊട്ടനും അറിയാം ഇത് ആരാ എന്ത് സാധനമാണെന്നില്ലേ നിങ്ങൾ വീപ്പ് പറയുമ്പോ ഞാനും വീപ്പ് പറഞ്ഞു അല്ല എന്താ പറയുന്നത് ഇച്ചറിയണല്ലേ ഇവിടെ കോഴിയാണോ വീപ്പാണോ പോത്താണോ മോരിയാണൊക്കെ വെച്ചാൽ ഇത് ഏത് പൊട്ടനാ അറിയാത്തത് ഇതെന്താ കോഴി ഞാൻ കാര്യത്തിലൊന്നല്ല ഞാൻ നിങ്ങളൊപ്പം കൂടിയതാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ സാധാരണ അപ്പൊ നമ്മൾ സാധാരണ എല്ലാരും ഉണ്ടാക്കുന്നത് ബീഫും പഴംപൊരിയാണ്. നമ്മളൊരു വെറൈറ്റിക്ക് ബീഫ് കിട്ടാത്തതുകൊണ്ട് ചിക്കനും പഴംപൊരിയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഇമ്മമ്മ പിന്നെ ചിക്കനും ബീഫും പഴംപൊരിയൊന്നും തിന്നാത്തോണ്ട് ഇമ്മയും ബീഫും പഴംപൊരിയൊന്നും തിന്നാത്തോണ്ട് അതിന്റെ ടേസ്റ്റ് അറിയില്ല. അപ്പൊ ഇത് തിന്ന് നോക്കുക. അപ്പൊ അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയട്ടോ. എനിക്കറിയണല്ലോ ഇജ്ജ് ഉണ്ടാക്ക്. എനിക്കറിയുന്നില്ല. ഞാൻ എല്ലാത്തിനും കൂടി തരാം. പഴംപൊരി പിന്നെ മാവൊക്കെ കുഴക്കാനും എല്ലാത്തിനും കൂടാ മെയിൻ ഇജ്ജ്. എനിക്കൊരു തേങ്ങ അറിയുന്നില്ല. ഇമ്മ യൂട്യൂബിൽ ഇരുന്ന് കണ്ടത് കണ്ടില്ലേ? ആ അപ്പൊ നമ്മൾ ഇന്നത്തെ ഷെഫ് ഇമ്മയാണ്. കോഴി വെക്കാൻ തുടങ്ങുക ആദ്യം. കോഴി ആദ്യം വെക്കാൻ തുടങ്ങി മസാല ഇത് മാവ് കൂട്ടി ഞാൻ പറയുമ്പോഴേ രണ്ട് പണിയുടെ തൈകളി ഒരാള് ചിക്കന്റെ പണി തൈക്കോ ഒരാള് കൂട്ടി തന്നിട്ട് ആയിക്കോട്ടെ മാവ് തിരിയും കത്തിച്ചു തരാം. ആയിക്കോട്ടെ ഞാൻ ചിക്കൻ എന്നിട്ട് വെക്കാം. അല്ല ഇമ്മമാക്ക് ഉണ്ടാക്കാൻ എന്താ സുഖം? ചിക്കൻ കറിയാണോ? ഞാൻ എല്ലാത്തിനും കൂടാ. പഴംപൊരിക്ക് നമ്മൾ 4 ആളുകൾ കൂടിച്ചാണ് കഴിക്കാം. പഴംപൊരി എണ്ണീര് ഇങ്ങനെ ചുട്ടോളൂ. മാവ് ചട്ടി കൊടുത്താല് മനസ്സിലായില്ലേ? അതാ ഞങ്ങക്ക് വെക്കണമായിരിക്കും ഞങ്ങൾ ചോദിച്ചാ നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി. തെറ്റാണെങ്കിൽ തെറ്റ് ശരിയാണെങ്കിൽ ശരി. മറിച്ചിടാനായ അമ്മ മറിച്ചിടും. ആയിക്കോട്ടെ അങ്ങനെയൊക്കെ അറിയണ മതി. അതേമാതിരി തുടങ്ങിക്കോളി. ഇമ്മാക്ക് മറ്റേത് കണ്ടു പരിചയല്ലേ ഇപ്പൊ വീഡിയോയില് കണ്ടിട്ട് എത്ര സ്പൂൺ എത്ര കാര്യങ്ങളൊക്കെ മസാല പറഞ്ഞിട്ട് വരുന്നില്ല മസാല കോഴിക്ക് മസാല വെക്കുക. അപ്പൊക്ക് ഞാന് തീ കത്തിച്ച. അപ്പൊ പണികളൊക്കെ അങ്ങനെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഞാനൊക്കെ കാലൊക്കെ മഴ കൊണ്ടിട്ടാണ് വന്നിക്കണത്. അപ്പൊ നമ്മളൊക്കെ നനഞ്ഞ് കുളിച്ചാ നിക്കണത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് ഇമ്മമാക്ക് നമ്മള് ഈ സാധനം കഴിഞ്ഞ വീഡിയോസിൽ എങ്ങനെയാണ് കത്തിച്ചേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തീനി. അപ്പൊ ഇമ്മമ്മ അതിപ്പോ ഒന്ന് കാട്ടി തരുന്നേ കാര്യം നമുക്ക് പഠിച്ചിക്കണോ ഇല്ലേ നോക്കാം ഗൈസ്. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഉമ്മമാക്ക് ഗൈസ് നമ്മൾ TV രണ്ട് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കണേ ഒരു ദിവസം ഫുള്ളി ഇരുന്ന് പറഞ്ഞു കൊടുക്കണേ. ഇതാണ് കേട്ടോ സ്വിച്ച്, ഇതാണ് കേട്ടോ അതിൻ്റെ ഇത്, ഇവിടെ നെക്കിയിട്ട് വേണം ഇതാക്കാനെന്ന് ഞാനിപ്പോ കൊറേ വട്ടം പറഞ്ഞു കൊടുത്തിക്കണേ. ഞാനും വന്ന് പറയും മോണ്ടാ TV ഒന്ന് ഇട്ടുതരും. നെക്കിയിട്ട് ഉറക്കും ചെയ്യാം ഞാന്. പിന്നെ അതിന്റെ ചാനൽ മാറ്റിച്ചറിയില്ല. ആണോ? ഏറ്റവും സുഖമുള്ള പരിപാടിയാണ് ഈ തീപ്പെട്ടി കത്തിച്ചാല്. ഇതൊന്ന് കത്തിച്ച് കാണിച്ചു കൊടുത്താ വാ. എന്താ കാസ്മക്കല്ല ഇതൊന്ന് ഓണാക്കിയാ മതി. ഞാനൊന്ന് പറഞ്ഞു കൊടുത്താണി നോക്കട്ടെ. കണ്ണ് കാണൂല. കണ്ണ് കാണാ അങ്ങോട്ട് കയറി ലൈറ്റ് വെളിച്ചത്ത് കയറി കാട്ടി നോക്കട്ടെ. എവിടെയാ അതിന്റെ നിക്കണേ? ബെസ്റ്റ്. അങ്ങനെ നോക്കിയാ കത്തൂലല്ലോ. വേറെ സാധനം ഓണാക്കാൻ എന്താ ഓണാക്കണ്ടേ? അവിടെ പോയിട്ട് മറ്റേ അവിടുത്തെ സ്വിച്ച് ഇടണ്ട്, എന്നാലല്ലേ അത് ഓണാവുള്ളൂ. നിങ്ങൾ കാട്ടി തന്നെയാ ഞാൻ മാറിക്കണടാ. ഇന്റെ പൊന്നാരും അമ്മ ഈ സുന കണ്ടോ? ഇത് ഇങ്ങനെ നീക്ക. ഇവിടെ ലൈറ്റ് കത്തിയാണ്ടോ? ഈ ലൈറ്റ് കത്തി കഴിഞ്ഞ് കഴിഞ്ഞാ ഇനി ഒന്ന് കാട്ടിക്ക. ഇനി ലൈറ്റ് എത്തി നമ്മൾ എന്താ കാട്ടണ്ടേ? ലൈറ്റ് എത്തി കഴിഞ്ഞാൽ നേരത്തെ എന്തൊക്കെ സ്വിച്ചുമ്മ പിടിച്ച് അമർത്തിനല്ലോ. ആ സ്വിച്ച് എവിടെ? ആ സ്വിച്ചുമ്മ പിടിച്ച് അമർത്തി കറക്കി തിരിച്ചാണ്. മക്കളെ കണ്ണ് കാണില്ല. ഇപ്പൊ കത്തിയില്ലേ? അങ്ങനെ തന്നെ കഴിച്ചില്ലായി. അത്രേ ഉള്ളൂ. ഇമ്മമ്മ നല്ല മറവിയുണ്ട് കേട്ടോ. എന്താന്ന് അറിയില്ല. ഇപ്പൊ സോഡിയത്തിന്റെ അവസ്ഥ ഒക്കെ എന്താണാവോ അല്ലേ? ചെക്ക് ചെയ്യാൻ പോണം അല്ലേ? അല്ല ഇമ്മ ഉണ്ടാക്കിക്കോളി, ഉണ്ടാക്കി തുടങ്ങിക്കോളി.
ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും ഇത്ര അളവ് അത്ര അളവ് നമ്മളെ മയത്തെ കുറെ ആൾക്കാരുണ്ടാവും ഉണ്ടാക്കാൻ അറിയാത്ത. എടാ 2 കപ്പ് ട്ടോ. 2 കപ്പ് 2 കപ്പ് എന്ത് 2 കപ്പ് മൈദ. മൈദ നമ്മള് സാറ് അറിയും, കുറെ ആൾക്കാര് മൈദ അറിയും. നമ്മള് സാറ് അപ്പൊ 2 കപ്പ് മൈദ ഓരോന്ന് പറഞ്ഞു കൊടുത്തോളിയാ. അല്ല മറ്റോനെ എത്ര കപ്പ് മൈദ ഇട്ടീന്? അവന് 2 കപ്പാണ്. ആണോ? ഇത് കഴിച്ച അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മളെ അടുത്ത് ഇല്ലാത്തോണ്ട് നമ്മള് അരിപ്പൊടി തന്നെയാണ്. അപ്പൊ ഇത് പുട്ടുപൊടി ഇല്ലേ? പുട്ടുപൊടിയല്ല ഇത്. പുട്ടുപൊടി ബെസ്റ്റ്. ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞിട്ടില്ല അതിന്റെ കഴിച്ച അരിപ്പൊടി പുട്ടുപൊടി ഉണ്ടാക്കി. എന്താ ഉണ്ടാക്കി നീ ഇവിടെ? പുട്ടുന്നുണ്ട് ഇതിന് വേറെ പടച്ചറബേ. ഒരു സ്പൂണോ? ഒരു സ്പൂണാ പറ്റില്ല അയാള് പറഞ്ഞത്. ഞാൻ വീഡിയോ നോക്കട്ടെ. ഒരു കപ്പ് ഒരു കപ്പല്ലേ? സ്പൂണ് നോക്ക്. എടാ എന്റെ ഫോൺ അവിടെ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഒരു സ്പൂണാണോ ഒരു കയ്യിലാണോ എന്ന് ഞാൻ അപ്പൊ കാണിച്ചു തരാം. ഒരു സ്പൂൺ പറയുമ്പോ ഇത്തിരി ഉണ്ടാവില്ലല്ലോ. ഒരു കപ്പ് ഞാൻ അറിയുമ്പോ അത് പിന്നെ ഒരു സ്പൂണ് റേഞ്ച് കിട്ടൂല. ബെസ്റ്റ്. പോയോ? അല്ല വൈഫൈ മാറ്റിയോട്ടെ. വൈഫൈ മാറ്റിയോ? റേഞ്ച് അല്ല മറ്റേ വൈഫൈ വേറെ ഉണ്ടല്ലോ, അതും കിട്ടൂലേ? അടുക്കളക്ക് കിട്ടൂലേ? നല്ല കൊള്ളി വെക്കി ആദ്യം തൊട്ട് ഗൈസ് വൈഫൈ വെച്ചു, പക്ഷെ പെരന്റെ ഉള്ളില് വൈഫൈ കിട്ടൂല. അതാണ് ഇപ്പൊ അവസ്ഥ. ഇവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. മലയാളി മാവ് തയ്യാറാപ്പൊടി ചേർക്കുന്നത് പഴംപൊരി അത്യാവശ്യം ക്രിസ്പ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ, അയാൾ 1 കപ്പാണ് നമുക്ക് കണ്ടപ്പോഴത്തെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. സ്പൂണോ? 1 ടേബിൾ സ്പൂൺ പറഞ്ഞാൽ എന്താ? ടേബിളിന്റെ അത്ര വലിപ്പമുള്ള സ്പൂണില് അരിപ്പൊടി ടേബിൾ സ്പൂൺ പറയാ. ആണോ? അപ്പൊ 2 ടേബിൾ സ്പൂൺ ചേർക്കും. അപ്പൊ ഗൈസ് പറഞ്ഞത് ശരിയായിരുന്നു. പക്ഷെ വേറൊരു കാര്യം, ഇവിടെ ഈ സാധനം ഇട്ട് വെക്കണെന്നുണ്ടെങ്കിൽ മൂഞ്ചീനി പുട്ടുപൊടി ഇട്ടീനി. ഇത് വെള്ളത്തിലല്ലേ ആക്കടാ, അപ്പൊ കൊഴപ്പല്ല. അപ്പൊ കൊഴപ്പില്ലാന്ന് പറഞ്ഞ ടേസ്റ്റ് മാറി. ടേസ്റ്റ് അറിയില്ല. അരിപ്പൊടി കുതിരും. എങ്ങനെ സ്പൂൺ ഇട്ടേ? അരിപ്പൊടി വെള്ള കളർ, മൂപ്പിലാണ്ട് മഞ്ഞ കളർ. അത് പലതും ഉണ്ടാവും. ഇതേ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചതാട്ടാ. പഞ്ചസാര പിന്നെ ഇഷ്ടം പോലെ തുള്ളി ഇട്ടിട്ടുള്ളൂ, അതൊന്നും പോരാ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് മധുരം പറ്റൂലല്ലോ. അതാണ് ഈ സാധനം കൊറേ നേരം കൈ പിടിച്ചെടുക്കാം. അപ്പൊ അങ്ങനെ തീ കത്തി. അടുപ്പത്തെ ആ വെള്ളം നല്ലോണം കത്തി പിടിച്ചിട്ട തീയേ. അപ്പൊ വെള്ളം ചൂടാകുമ്പോ തീയൊക്കെ കത്തി കണലാവും. അപ്പൊക്കെ നമ്മളത് പാകാവും അടുപ്പത്ത് വെക്കാൻ. അല്ല ഉപ്പിടുന്നതിന് മുമ്പ് മറ്റേ ഇതിണ്ട് മഞ്ഞപ്പൊടി. ഉപ്പിട്ടാലും ഇടാടാ. അത് കഴിച്ച് നമ്മളെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണെന്നാണ് മറ്റേ മൂപ്പരാൻ പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ ഈ മഞ്ഞപ്പൊടി കഴിച്ച് നമ്മളെ തോട്ടത്തിൽ ഉണ്ടാക്കുകയാണ്. പിന്നെ കൊറേ മഞ്ഞപ്പൊടി ഇല്ല അപ്പൊ ഇല്ല, കഴിക്കാനായി 2 കൊല്ലായി കളിച്ചിട്ട്. ഇനി നമുക്ക് കളക്കാണ്ടിക്കല്ലേ, വേനലാകുമ്പോ കളിച്ചിട്ട്. ഇത് എവിടെയൊക്കെ എത്തിയിരുന്ന ഈ മഞ്ഞപ്പൊടി എല്ലാരും വരെയൊക്കെ കൂട്ടും. നമ്മളെ കുടുംബക്കാര് എല്ലായിടത്തും കൊടുത്തിരുന്നില്ലേ മമ്മ? കലക്കട്ടെ. വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല എന്നാ പറഞ്ഞു കേട്ടോ മമ്മ. ഒരു ലെവലിലെ വെള്ളം പറ്റുള്ളൂ. വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല. എന്താവോ കഞ്ഞിയാവോ? ഏയ് കഞ്ഞിയൊന്നാവൂല. നിങ്ങൾ കുറ്റം പറയാന്നാ മതി, അപ്പൊ ശരിയാവും. നിങ്ങൾ കുറ്റം പറയുമ്പോഴേ ഞങ്ങൾക്ക് പേടി വരുവാണ്. ഇങ്ങനെ ഒരു പണിക്ക് കുറ്റം പറഞ്ഞു എന്നാലും അത് നേരിക്കാവൂല. എപ്പോഴും കുറ്റല്ലേ. അപ്പൊ പിന്നെ നന്നാകുകയാണെങ്കിലേ കുറ്റത്തിലേ വരുള്ളൂ. അപ്പൊ പിന്നെ കുറ്റം നന്നായാലും വലിയ ഇതൊന്നുമില്ല. കുറ്റം കേൾക്കുള്ളൂ, നന്നാക്കാൻ തുടങ്ങൂല. ഞാൻ കരുതിയ ഉറുമ്പ എന്റെ പാളിയൊക്കെ കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഇപ്പൊ പൊറുക്കെടുത്ത് കളഞ്ഞീരേ
ഏലക്കായാണിത്. അല്ല പടച്ചോനെ അത് ഉറുമ്പന്നെയാണ്. ഇത് ഏലക്കായതേ. കൈകിട്ട് കടി കൊടുക്ക്. കണ്ണും കാണൂലേ? ഉറുമ്പല്ല, വേറെന്തോ എന്തുവാണ്. കണ്ണും കാണൂലേ? മോന്റെ കണ്ടോ പെടയുടെ ഏലക്കയ്യോ? എന്ത് ഏലക്കയ്യോ? ഇത് എന്ത് ടൈപ്പ് ഏലക്കായാണിത്? അല്ല ഈ ഉള്ളി പൊളിച്ചട്ടെ. ബെസ്റ്റ്. ഇനി ഉണ്ടോ കയ്യില്? ഇല്ല. അത് ചെയ്യുന്നപ്പോ എന്നാ അരിപ്പൊടിന്നോ? അരിപ്പൊടി ആ ഉറക്കുത്തന കീരമാണിക്കത്. അരി എന്നാ പിന്നെ ഉറക്കുത്തല്ലേ? പൊടി എന്നാണെന്നാണ് ഇനി ബെസ്റ്റ്. പണ്ട് തറവാട്ടിലായ ടൈം പണ്ട് കഴിച്ച് നമ്മള് തറവാട്ടിലായ ടൈം നമ്മള് കോട്ടർമ അത് കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് കോട്ടർമനെ കൂട്ടി ചമച്ചിരിക്കുന്നു. ഇത് ചോർക്ക് ചാടണമൊന്നും നമ്മളറിയില്ല. അതായത് ഞാൻ ഇത് എന്താ പറയാ, ഇന്നാള് പെരിയിൽ ഒരു ദിവസം കഴിച്ച് നമ്മളെ താളിപ്പ് ഉണ്ടാക്കിനി. താളിപ്പ് ഉണ്ടാക്കിയപ്പോ താളിപ്പിക്ക് 8 കാലി അടിക്കുന്നു. ഈ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല. താളിപ്പ് ഞാൻ ഇങ്ങനെ ഇടലും 8 കാലി ഉണ്ട് താളിപ്പിളി. ആ 8 കാലി എങ്ങനെ ചാടണം എനിക്കറിയില്ല. പാത്രം തുറന്നു വെച്ചാൽ ആണോ? ഇതിന്റെ ആരോ ഉണ്ടായിപ്പോ താളിപ്പ് ഇങ്ങനെ കൊണ്ടുവന്നപ്പോ താളിപ്പിലുണ്ട് 8 കാലി ഉണ്ട് മലന്ന് അത് ചാകാനായിട്ട് വന്നു. അതുകൊണ്ട് ആ താളിപ്പ് ഫുള്ളാണ് പോയി. ഏതായാലും വലിയ മുന്തിയ കറിയൊന്നല്ലേ, താളിപ്പല്ലേ. ചിക്കൻ കറി അത് പോയല്ലോ. താളിപ്പില് പൂണോണ്ട് കഴിച്ച് നമുക്ക് സമാധാനം ഉണ്ട്. അല്ല ചിക്കൻ കറിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് കുടുങ്ങിയില്ലേ. താളിപ്പ് വിലക്കറിയാണ്. ഇഷ്ടം പോലെ ഉണ്ടായി. കളറില്ല ഇപ്പൊ ഔഷധത്തിന് പ്രത്യേകത്തിനുണ്ട്. ഇത് കൈസ് വെള്ളം കൂട്ടിയാണ് മിക്സ് ചെയ്ത സാധനം കേട്ടോ. ഈ ഒരു വെള്ളം തന്നെയല്ലേ മൂപ്പര് പറഞ്ഞേ. ഭാഗ്യം കറക്റ്റ് കിട്ടി. ഞാൻ ഉള്ളി മറ്റേ നമ്മളെ ചിക്കൻ കറി ഉള്ളിയാണ്. ചിക്കൻ കറിയല്ലേ ഗൈസ്, ചിക്കൻ ഗ്രേവി പോലെ. അങ്ങനെ തന്നെ അതിനൊക്കെ ഉള്ളിയൊക്കെ വേണടാ. മമ്മ ഉള്ളി പരിപാടി എടുക്കാം. ഇത് പിടിച്ചേ. ഞാൻ മമ്മക്ക് വേണ്ടിട്ട് ഒരു സ്പെഷ്യൽ സാധനം വാങ്ങിക്കണേ ഗൈസ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉപകാരമുള്ള സാധനമാണത്. മാലല്ല, കാട്ടിത്തരാം. എവിടെയാണത്? മന്റെ റൂമിലുണ്ടായി. ഇതാണ് ഗൈസ്. ഈ സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ പെരിയില് എല്ലാവരുടെ പേരിലും ആവശ്യമായിട്ടുള്ളൊരു സാധനമാണിത്. നമുക്ക് മമ്മാന്റെ മേത്തൊന്ന് വെച്ചോക്കാം. ഇതെന്താ പറയുക ഗൈസ്, മസാജറാണിത്. അതായത് ഈ വേദന കൊണ്ടിറക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് നല്ലതാണ്. അല്ല അത് മസാജറാണ്. നടുവേനല്ലേ അപ്പൊ അങ്ങനെയല്ലടാ, കൈമലൊക്കെ ആക്കി കൊടുത്തു. കൈമൻ ജെർക്കിങ് അല്ല പറയാ. പഴയതാണ്, എപ്പോഴോ ഊരി പോരോ. മമ്മത് എങ്ങനെയുണ്ട് സംഭവം? നടു കൂടെ അങ്ങനെ ഊരക്ക് മമ്മാക്ക് കൈസ് എപ്പോഴും ഊരവനെ ഇങ്ങനെ പറഞ്ഞേന്. അപ്പൊ ഞാൻ അത് കോഴിക്കോട് നിന്ന് കണ്ടപ്പോ വാങ്ങിക്കൊണ്ടെന്നാ. നല്ലതാണടാ. നല്ലല്ലേ? അന്ന് നമ്മള് ഇവിടുന്ന് പോരുമ്പോ ജടാ ഇതില് കയറ്റി കണ്ട് ഞാൻ അതായത് നമ്മള് മസാജിന്റെ ഇതില് കയറ്റി നിർത്തിയില്ലേ മമ്മാനെ. എന്നിട്ട് പുറത്തുകൂടെ കുത്തുന്നത് മമ്മ. അല്ലടാ ഇങ്ങനെ കീറുക, വേലിങ്ങനെ കീറുക, നല്ല ഇതിലിങ്ങനെ ബോഡി മസാജ് ഇങ്ങനെ ചെയ്യണം ഇടയ്ക്ക്. നല്ലതാണേ. നമ്മളെ മസിലൊക്കെ ഒന്ന് ലൂസ് ആവില്ലേ? ഇത് കഴിഞ്ഞോ? പയം കട്ട് ചെയ്യുമ്പോ ചിക്കൻ കറിന്റെ പരിപാടി തുടങ്ങിക്കോളി. അപ്പൊ ഞങ്ങള് ഈ സെറ്റപ്പ് ആക്കാം. അതന്നെ ഉമ്മ കട്ട് ചെയ്തോ. പയം എടുത്തോ. പയം കട്ട് ചെയ്തോ. പയം കൊണ്ടുവന്ന് ശരിയല്ല. ഒരു പയം 3 കഷ്ണാക്കിട്ട് കേട്ടോ. തൊലി പൊളിക്ക, 3 ഇതാക്കുക, ചീളാക്കുക. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത് കൈസ് ഇതിന്റെ ഉള്ളിലായതുകൊണ്ടേ ഫുള്ള് ഇരുട്ടാട്ടോ. പിന്നെ നമ്മൾ ഇതേമായി 500 ഈ ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് കുറച്ചേലൊരു ക്ലിയർ കാണണേ. വാതില് തുറന്നു കഴിഞ്ഞാലോ ഇരുട്ടും. അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഇതിപ്പോ നൈറ്റ് ആയ മൈക്കാണ് ഗൈസ്. സത്യം ആകെ 2 കിടക്കുക കേട്ടോ. ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഫുള്ള് മഴക്കാലം ഇങ്ങനെ മൂടിയിട്ട് ഇന്നൊന്നും ഒരു തോർച്ചും കിട്ടിയിട്ടില്ല. ഇന്ന് മഴക്ക് കോട കാണുന്നുണ്ടെങ്കിലേ നമ്മളിപ്പോ അവിടെ പോയാൽ മതി. നല്ല കിടിലം കോടയാണ്. എവിടെ? നമ്മളിപ്പോ ഈ ബൈക്കല്ലേ?
നമുക്കിപ്പോ ഇറങ്ങി നോക്കിയാൽ മതിയില്ലേ ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് പുല്ലിനെ കണ്ടത് ആ കോടിക്കണ്ട് ഇറങ്ങി നോക്കിയാൽ മതി. അർച്ചനാള് അവിടെയാണല്ലേ വെള്ളാട്ട് പോക്കരെ കണ്ടാണ് പേടിച്ചത് രാത്രി 2 മണിക്ക്. 3 ആയിക്കോ. അല്ല വീതി ഒരുപാട് ഉണ്ടാവാൻ പാടില്ലേ. അതേപ്പല്ല നൈസ് പയാക്കണം അങ്ങനെ തന്നെ. ഉണ്ട് കറക്റ്റാ അങ്ങനെ നൈസായിട്ട് കിട്ടണം അപ്പോളേ പയാവുള്ളൂ. കണ്ടോ അങ്ങനല്ലേ കിട്ടുന്ന്. മമ്മ എടുക്കണം മമ്മ വെള്ളാട്ട് പോക്കരെ. അതെന്ത് സാധനം? അതറിയില്ലേ വെള്ള പോക്കാനോ? വെള്ളാട്ട് പോക്കരെ ഇടില്ലേ? ഇല്ലടാ. ഇല്ലേ? അതൊക്കെ കാണണം. നാളെ പുലി എന്നിട്ട് അറിയാൻ സ്ഥലത്ത് പേടിയാണ്. അങ്ങനല്ലേ വെള്ളാട്ട് പോക്കാനെ. ഒരു പോക്കാനെയും കാണണ്ട. പോക്കാനല്ല പോക്കര്. അത് ഒരു ഇത് വെള്ള രൂപം നമ്മൾ ഈ പൊട്ടിയൊക്കെ മയക്കെടുത്തില്ലേ ജിന്ന് 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 അതൊക്കെ കാണണ്ടേ മമ്മ. നോക്കടി ഈ ഉള്ളി ഇതിലിട്ടാൽ മതി ചേർക്കണം. ചെറുള്ളി അല്ലേ ഇത്? ചെറുള്ളി വെളുത്തുള്ളി. ഞാൻ വെളുത്തുള്ളി ചേർച്ചുണ്ട്. ചെറുള്ളി 2 ഉള്ളി ഒരേ ടേസ്റ്റ് തന്നെയല്ലേ? എണ്ണ 2 ഇതാണ്. 2 കണങ്ങളാണ്. 2 കണികകൾ അടുപ്പത്തുനിന്ന്. കണ്ണും മൂക്കും ഒരേ മാതിരിക്കല്ലല്ലോ. അതല്ല അതേപോലെ തന്നെ സംഭവിച്ചത്. പക്ഷെ ഉള്ളി ചെറുള്ളി വെളുത്തുള്ളി വല്യുള്ളി വെളുത്തുള്ളിയൊക്കെ 3 വീടാണ്. ഏതോ ഉപമല്ലേ കണ്ണും മൂക്കും ഒരേ മാതിരിക്കല്ലല്ലോ. എന്താ ഇവിടെ എന്തായി പഴം തൊലിച്ചിപ്പളയിലും കയ്യോ? എത്ര പഴംപൊരി ഉണ്ടാക്കും നമ്മൾ? നമുക്ക് നാളെ രാവിലേക്കും കടിയായല്ലോ. രാവിലെ നീച്ച് കഴിഞ്ഞാല് പഴംപൊരി കിട്ടാലോ. ഫുള്ള് ഫാറ്റ് ആവുന്നുള്ളൂ. ഓയില് ഇഷ്ടം പോലെ ഇട്ട് അല്ലെങ്കിൽ പിഴിഞ്ഞുണ്ടി വരും അല്ലേ മമ്മ? പിഴിഞ്ഞൊന്നും വേണ്ട. അത് പാകത്തിന് എണ്ണ കുടിച്ചോളൂ. അതിന് എന്തോ പറയാമെന്നോ മറന്നടാ. അതല്ലേ ഞാൻ പണിയെടുക്കട്ടാ. ഞാൻ ഉള്ളി വെട്ടട്ടെ കേട്ടോ. ഇതിലാരെ കാണി കുറച്ച് നിങ്ങൾക്ക് അടിക്കാൻ വെട്ടാൻ വയ്ക്കുവോ? ഇതില് ഇല്ല ഇതൊക്കെ ഉമ്മമാക്കനെ വെക്കുള്ളൂ. ഇങ്ങനെ കട്ടി മമ്മ കൈ വാട്ടം മമ്മക്ക് എവിടുന്ന് ഇതൊക്കെ പഠിച്ചേ? ഞാൻ പറയുമ്പോ ഉമ്മമാക്ക് ഇപ്പോ മറ്റേ കല്യാണ പരിപാടിക്ക് ഉള്ളി അരിയാൻ പോവാ. സത്യം നല്ല പൈസ കിട്ടും മമ്മ. പോണ്ടോ? പോവുക. അപ്പൊ കല്യാണ പരിപാടി ആരെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളി അരിയണമെന്നുണ്ടെങ്കിൽ മമ്മാനെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ ഓക്കെ അല്ലേ മമ്മ? എൻ്റെ വരിയിലെ പണി ഞാൻ എൻ്റെ എത്തിന് ഇപ്പഴല്ലേ എൻ്റെ അമ്മയൊക്കെ എടുക്കാനായത്. അങ്ങനെ ഞാൻ എൻ്റെ എത്ര കൂലി എത്ര വേണ്ടി മമ്മക്ക്? കൂലി 2 ചവിട്ട് 2 ചീത്തി 2 കുറ്റം പറിച്ചല്ല. എന്ത് തേങ്ങ തരുന്നു അല്ല പിന്നെ എന്താ പറയാന്? നമ്മളെ ഇതാക്കണ പഴം ഇതാക്കണ ഇവിടെ അരിഞ്ഞൊക്കെ സെറ്റാക്കി വെച്ചിക്കണ്. ഏകദേശം ഒരു 10-50 എണ്ണം ഉണ്ടാവും തോന്നുന്നു എനിക്ക്. ആ ഉണ്ടാവുമല്ലോ. കാരണം പറഞ്ഞാൽ 1 തന്നെ 3 എണ്ണം അല്ലേ? 3 3 6 അതിക്കൊരു 3 9 എത്ര ഉണ്ട് കണക്കൊന്നും നമുക്ക് അറിയില്ല ഗൈസ്. അടുപ്പായോ? ഗ്യാസ് കഴിഞ്ഞോ? കുറ്റി കഴിഞ്ഞില്ലേ? അടുത്ത ബുക്ക് ചെയ്യാനായപ്പോ ഓ ഗ്യാസിന്റെ പ്രശ്നം ഇപ്പൊ നടന്നുകൊടുക്കാണല്ലോ അല്ലേ? റെഡി ആയോ ഇല്ലേ? ആണോ? കുഴപ്പമില്ല. ഗൈസ് പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു നമ്മളോട് എന്താണ് നിങ്ങളെ ഹോട്ടലിന് പറ്റിയത്. നമ്മൾ റെസ്റ്റോറൻറ്റിന് പറ്റിയ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക നമ്മൾ ഈ പണി ഒരു ആളെയാണ് നമ്മൾ ഏൽപ്പിച്ചത്. അയാൾക്ക് ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അയാളിപ്പോൾ തീരെ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലക്കൊക്കെ നല്ല പരിക്കുണ്ട്. അപ്പോൾ ആ ഒരു കാരണത്താൽ ഇങ്ങനെ മുടങ്ങി നിൽക്കുകയാണ്. അതാണ് പ്രശ്നം. പണി ഏൽപ്പിച്ച ആളല്ലേ? ഇപ്പോൾ ഗൈസ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് എണ്ണയിലിട്ടിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിക്കാണ്. അപ്പോൾ നമ്മൾ പഴംപൊരി ചട്ടി കിട്ടുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോണത്. എണ്ണക്ക് വേറെ ഇന്ന എണ്ണ അങ്ങനത്തെ അങ്ങനെയൊന്നുമില്ല. പാമോയിൽ വെളിച്ചെണ്ണ അങ്ങനത്തെ ഒന്നുമില്ല. എയിലും ഉണ്ടാക്കാം. നിക്ക് എണ്ണ ഒന്ന് തളക്കട്ടെ. ഇല്ലേ അപ്പൊ അത് നോക്കി ഉള്ളി വയറ്റി നമ്മള് ചിക്കൻ കറിക്കുള്ള സാധനം ഉള്ളി വയറ്റി കൊടുക്കുക. അപ്പം
എണ്ണ ചൂടാവണമെന്നുണ്ടെങ്കിൽ ഇമ്മമ്മ വിറക് വേണം അറിയോ? വിറകുണ്ട് വനയിലേ ഈ 2 കൊള്ളി ഇട്ട് കഴിഞ്ഞാൽ എണ്ണ ചൂടാവോ? ഒന്ന് ഊതിയാ മതി. ഇത് ഗൈസ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ സാധനം കേട്ടോ. ഇത് ഉപകാരപ്പെടും, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. ഇത് പൊക്കി എടുക്കാൻ ചട്ടീന്ന് വേണ്ടിയിട്ട്. വാങ്ങാന്. ചട്ടീന്ന് വാങ്ങാന്. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട് നേക്കായി? നൈസായി ഗൈസ്. കേട്ടോ ഇടുന്ന ഇടുക. ഇല്ല ഇല്ല ആയിട്ടില്ല. എണ്ണ പൊട്ടും നല്ലോണം നല്ലോണം പൊട്ടട്ടടാ. നല്ലോണം പൊട്ടാൻ എന്താ ബോംബാണോ? അല്ല ബോംബൊന്നല്ല. അത് മറ്റേ ചീനറിയാൻ കുറച്ച് താമസം ഉണ്ടാവുകയെ. ആ നല്ലോണം എണ്ണ പൊട്ടിയാൽ ചട്ടി കാണുമ്പോൾ ചീനറിയാൻ കുറച്ച് നല്ലോണം കേൾക്കാം. നമുക്ക് ഗൈസ് അത് നോക്കാം. ആ ചീന്ന് പറയണ ഒച്ച നമുക്ക് വരുന്നുണ്ടോ നോക്കാം കേട്ടോ. ചീന്നെ പറയണേ. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന രംഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മാവില് ഗൈസ് ഇത് മുക്കുകയാണ്. അതായത് നമ്മളെ പയം കട്ട് ചെയ്ത സാധനങ്ങൾ നമ്മൾ മുക്കുകയാണ്. മുക്കി വെച്ചിട്ട് നമ്മൾ എണ്ണയ്ക്ക് ഇട്ടാണ് കൊടുക്കും. മാവ് ടൈറ്റ് ആയിട്ടില്ലല്ലോ മാമ? ലൂസ് ഇല്ല ഇല്ല ലൂസ് തന്നെ. ലൂസ് തന്നെയാണ്. അയ്യോ ഇടാൻ നേരത്തെ പറയട്ടോ മാമ. ആ ഇടാൻ തുടങ്ങട്ടോ. തുടങ്ങ. അല്ല ആ ചീന്ന് പറഞ്ഞ ഒച്ച ആൾക്കാർക്ക് കേൾപ്പിച്ചു കൊടുക്കി. അപ്പൊ ഇത് ഇടണ്ടേ? ഇട്ടല്ലേ ചീക്കോളൂ. ഇടാതെ എങ്ങനെ ചീക്കാല് വെള്ളം വാരി തരും. എന്നാ ഇടി. ഇടുമ്പോ കഴിച്ച് നമുക്ക് ആ ചീന്ന് പറയുന്ന ഒച്ച കേൾക്കണ്ടോക്ക. ഇടട്ടോ. ഇവിടെ കേട്ടു. ആ ഇവിടെ കേക്കണില്ലല്ലോ. കേട്ടുന്നുള്ളൂ. ഇവിടെ എന്താ കേക്കാത്തെ? കേക്കായി എന്തേ ആവോ. ആ നമുക്ക് ചീന്ന് കേട്ടിട്ടില്ലേലും വേണ്ടില്ല. ഈ പയമ്പൊരി ഒന്ന് ശരിയായി കിട്ടിയാൽ മതി. കിട്ടിയാൽ മതി. അപ്പൊ ഒരു ചട്ടിയില് 3 പയമ്പൊരി ഇപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം അതിനുള്ള സ്ഥലമുള്ളൂ നമ്മള്. ഒന്നുകൂടി ഇടാം. അപ്പൊ കഴിച്ച് ഒരു ചട്ടിയിൽ 4 പയമ്പൊരി നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അതിനുള്ള സ്ഥലം നമ്മളെ പയമ്പൊരി ചട്ടിക്ക് ഉള്ളൂ. വലിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറ്റും. ഇവിടെ എന്താ പറയണ്ട്? ഇതിക്ക് ഇഞ്ചി വെളുത്തുള്ളി കത്തട്ടാ. ഇത് വെളുത്തുള്ളിയാണ്. എനിക്കതറിയോ, അത് കറി ആവരുത്, പറ്റണ് വരലും ചെയ്യരുത്. ഗ്രേവി ആയി കിട്ടണം. എന്നാലേ കഴിച്ച് അതിന്റെ നമ്മള് ഉദ്ദേശിച്ച സാധനം കിട്ടുള്ളൂ. അതിന്റെ ഫോൺ കൂടെ കൊണ്ട് വെച്ച് എന്നാലേ കഴിച്ച് നമുക്ക് ഉദ്ദേശിച്ച രീതിയിലാണ് കിട്ടുള്ളൂ. സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബീഫാണ് നടക്കല്. നമ്മൾ ഇന്നേ വരെ കഴിച്ച് ഞാൻ തിന്നിട്ടില്ല കേട്ടോ. പയമ്പൊരിയും ചിക്കനും ഞാൻ ഇതുവരെ തിന്നിട്ടില്ല. അപ്പൊ അതാണ് കഴിച്ച് നമ്മൾ ഇന്നിവിടെ ട്രൈ ചെയ്യാൻ പോണത്. ഞങ്ങൾ ഇത് എങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങളെ വീട്ടിലൊന്ന് ഇത് ഉണ്ടാക്കി നോക്കി കഴിച്ച്. ഒരു കുഴപ്പം ഉണ്ടാവില്ല. അല്ല രസത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. രസം ഉണ്ടാവേ. രണ്ടും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ. ഇപ്പൊ ഇമ്മമ്മ മറ്റേ ചപ്പാത്തിക്ക് ഉണക്കമീൻ കൂട്ടുവോ? അതില്ല. ആ അതേപോലെ തന്നെയാണ് കഴിച്ച് ചെയ്തു. അല്ല പറയാൻ പറ്റില്ല. കൂട്ടാൻ കിട്ടിയിട്ടില്ല. ഇപ്പൊ ചില ആൾക്കാർ എനിക്കറിയില്ല, ചിലപ്പോ ചപ്പാത്തിക്ക് ഉണക്കമീൻ കൂട്ടുന്ന പോലും ഉണ്ടാവും. അങ്ങനെയൊന്നും കൂട്ടലില്ല. അല്ല പലവർക്കും പല ഇതുമല്ലേ. ചിലപ്പോ കൂട്ടുകാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യണ് നമുക്കറിയില്ലല്ലോ. ഇമ്മമ്മ ചിക്കൻ കറിന്റെ കാര്യം ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് അത് ഗ്രേവി ആയിട്ടാണ് കിട്ടിയാൽ മതി. വേറെ ഒന്നും വേണ്ട. ആ അതിലിപ്പോ ഇനി ഉപ്പിട്ടോ മുളക് ഇട്ടോ കുരുമുളക് ഇട്ടോ എന്നൊന്നും ഞമ്മക്ക് അറിയണ്ട. ഞങ്ങള് പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കി കിട്ടണം. ഇതെന്തിനാ? ആ അത് വെന്ത് കഴിഞ്ഞിട്ട് ഇടാന്. ബിരിയാണിക്കല്ലേ സാധാരണ ഇതൊക്കെ കൊടും. ഇവിടെ എന്തായി? അല്ല ഇവിടുത്തെ പയമ്പൊരി ഒരു ജീവനല്ലാത്ത മൈക്കാണ് നിക്കണത് കണ്ടിട്ട്. എന്ന് പറഞ്ഞ സാധനം ഇന്നേ വരെ ഇവിടെ വന്നിട്ടില്ല. ഞാൻ പറയുമ്പോ മമ്മ ഒരു ചീ സൗണ്ട് ഉണ്ടായിക്കളാ. അത് പറകില്ലാത്തോണ്ടാണോ? അതല്ല അടുത്തീനുണ്ടോന്നൊക്കെ നോക്കുക. നമ്മൾ എന്താ അറിയോ, എണ്ണ ലേസം നേരം വൈകിയേ ചൂടാകാന്. ഞാൻ ഇട്ടും ചെയ്തു. ചൂടായിക്കണ്. ഇപ്പൊ ഏതിന്റെ ആകൃതി അത്? ഇത് മറ്റേ പച്ച പുളിച്ചാടിയോ? അത് ആകുമ്പോഴല്ലേ ചുമക്കുള്ളൂ. ഇപ്പൊ വെള്ളയല്ലേ. അല്ല ഞാൻ രൂപ പറഞ്ഞേ. അപ്പൊ അത് കഴിച്ച് ഒന്ന് ആവട്ടെ. നമ്മുടെ സ്വാദിഷ്ടമായ പയമ്പൊടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇമ്മമാക്കണ ഓരോ റൗണ്ട് കൂടുന്തോറും അടുത്ത റൗണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചീ വരുന്നുണ്ട് കേട്ടോ. കേൾക്കണുണ്ടോ ഗൈസ് നിങ്ങൾക്ക്? ചീ കേൾക്കണോ മമ്മ? കേക്കും. ആർക്കും കേക്കും. മമ്മ അതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാണ്. മമ്മ നേരത്തെ ഇന്ന് എടുത്തപ്പോ എന്താ ഈ ഫസ്റ്റത്തെ റൗണ്ട് നമ്മൾ എടുത്തപ്പോഴേ എന്താ പയമ്പൊരിന്റെ മട്ടം അപ്പൊ നല്ല കല്ല് പോലെ. പിന്നെ ഒന്ന് അല്ല അത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ നല്ല കല്ലുമായിരിക്കും. എപ്പോ ഇത് ചട്ടിന്ന് എടുത്തേക്ക്. പിന്നെ ലേസം കഴിഞ്ഞ് നോക്കുമ്പോ നല്ല മയ ഉണ്ട്. നല്ല മയം ചൂട് കൊടുക്കാൻ എടുത്തോണ്ടായിരിക്കാം. അതുകൊണ്ടാണോ?
ഞാൻ ഒന്ന് തണുക്കട്ടെ അപ്പൊ നോക്കിട്ടോ. തണുത്ത് ഇപ്പൊ നോക്കപ്പ നല്ല കല്ലുപോലല്ലേ. നല്ല കല്ലുപോലെ കല്ലുകൊണ്ട് ഒരാൾ തലക്കടിച്ചാൽ തല പൊട്ടണമായിട്ട് കല്ല് പോലെയാണ് നിൽക്കുന്നത്. ഒരു 5 അത് മിനിറ്റ് അയാൾ പറഞ്ഞു. അതായത് അരിപ്പൊടി ചേർക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞത്. പക്ഷെങ്കിൽ ഇതിന്റെ അടിയത്തെ നോക്കി, അടിയത്തെ പീസ് എടുത്ത് നോക്ക്, അത് നല്ല സോഫ്റ്റ് ആയി കാണിപ്പോ. അത് നല്ല സോഫ്റ്റ് ഇതിപ്പോ നല്ല സോഫ്റ്റ് ആയി, സോഫ്റ്റ് സാധനമായി. കടിച്ചു നോക്കണോ? തിന്നോക്ക് ഒന്ന് തിന്നാലും നമുക്ക് എല്ലാവർക്കും പാടി ഇരുന്നിട്ടേ തിന്നാ. ഇതെന്താ അത് ഇനി കണ്ടോക്കെ ഓരോന്നോരോരുത്തർ വരും. ഇതൊക്കെ എന്താ ഒരു ഉമ്മ പറ്റ കുട്ടികളെ വൈകി അത് കണ്ടോ കൊട്ടി ചേർന്ന് കിട്ടുകയാണ് കേസ്. ഇരട്ടകളാ അതൊക്കെ ശരിയാവടാ. എനിക്ക് എങ്ങനെ സാധിക്കും ഇങ്ങനത്തെ പുട്ട കോമഡി അടിച്ചാൽ? എനിക്ക് എന്ത് ഇതിലും വലുത്. ഉമ്മ ചിക്കൻ എന്തായി? എന്തോ ഫിഷിലേ തന്നാ മതി. ഗ്രേവിനല്ലേ കറിയല്ലല്ലോ? ഉറപ്പല്ലേ? കൊറേ വട്ടം ഞങ്ങൾ ചോദിക്കുന്നു. ആ ഗ്രേവി തന്നെ. അല്ല ഫിസില് എത്ര ഫിസിലാണ്? ആ എടാ ഇതിന്റെ ടെക്നോളജി ഒന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താ പൈപ്പിന്റെ പറഞ്ഞെടുത്തമ്മ. പൈപ്പേ ഇന്നലെ അന്തിക്കൊട്ടേ ഇങ്ങനെ പോകണ്ടേ, രാവിലെ അത് ഇത് ശരിയാക്കി. അപ്പൊ ഇനി പോരാതെ കമ്പടെ കമ്പി ചുറ്റി ഇതുമ്പൊക്കെ കറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി പോരൂല. അപ്പൊ പ്ലംബിങ്ങിന്റെ പണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മാനായിട്ട് ബന്ധപ്പെടാം. ഉമ്മാനെ കിട്ടണ നമ്പർ ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കുക. അപ്പൊ പ്ലംബിങ്ങിന് ആളെ ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതാ അത് കാണിച്ചു കൊടുത്താൽ മുഖം ഇതാ. അതെന്താണ് ഞാൻ തന്നെ വണ്ടി ചെന്ന് വെച്ചുമ്പോ വെള്ളം ഒന്നായിട്ട് അകത്താണ് കയറും. പിന്നെ പുക എടുക്കും പോണ്ടി വരൂല. ഈ പയം കൂടി വെക്കണോ? അത് തിന്നോളി. അതാ മൈസൂർ പയം കൊണ്ട് പയംപൊരി ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും? ഏത് പയം കൊണ്ട് ഉണ്ടാക്കിയാലും പയംപൊരി ആയ പോരെ. എല്ലാത്തിനും ഉണ്ടാകുക മയം. അല്ല മൈസൂർ പയം നേന്ത്രപ്പഴം കൊണ്ട് മാത്രം ഉണ്ടാക്കണേ. വലിയതായി കിട്ടണ്ടേ? വലിയതായി കിട്ടാന് അതുകൊണ്ടായിരിക്കും അല്ലേ? ഇനി നമുക്കൊരിക്കലേ നമ്മളവിടുത്തെ കൊല വെട്ടി കൊണ്ടിട്ടേ നമുക്കൊരു നമ്മളെ പെരന്റെ അവിടെ ഉണ്ടല്ലോടാ, നമ്മളെ പുതിയ പെരപ്പണി അവിടെ ഉണ്ട് കോല. നമ്മൾ അവിടുത്തെ കൊണ്ടുവന്നിട്ട് നമ്മള് ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് പറയാം ഏത് പയം കൊണ്ടും ഉണ്ടാക്കാം. അത് ഗൈസ് നമ്മൾ എല്ലാരും ഉണ്ടാക്കും. അതെ, നല്ലോണം കഴിക്കും ചെയ്യത് അല്ലേ മമ്മ? കൊള്ളൂല. ആണോ? അവിടുത്തെ പോലെ എത്ര നമ്മള് വെട്ടി തിന്നിക്കണേ, അത് മൂത്തിട്ടുണ്ടാവും കൊണ്ടുവന്ന്. അല്ല അതല്ല അങ്ങനെയല്ല, മറ്റോല് കൊണ്ടേക്കണാവോ തേങ്ങ കിടാൻ വരുന്നില്ല ആൾക്കാർ, കൊയക്കരങ്ങന്മാര്. എന്തായാലും നാളെ നമ്മൾ അങ്ങോട്ട് പുല്ലേട്ടാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മള് അവിടുന്ന് സെറ്റ് കൊല കൊണ്ടുവരാനേ കത്തി ചാക്കൊക്കെ കതിയെനിക്ക് വെച്ചിട്ട് ഒക്കെ സെറ്റാണ്. അപ്പൊ അത് മൈക്ക് പാസ്സായി പോയി. മൈക്ക് ആ കമ്പി കൂടെ പോയി. ഈ ചാക്കില് കൊള്ളൂല കൊല അത്രക്ക് വലിച്ചു. ആണോ? ഏതായാലും നന്നായി കഴിച്ചു. ഏതായാലും നന്നായി. അതുണ്ടായിട്ട് നമുക്ക് പഴത്തിന്റെ പൂതിയിട്ട് മാറി. അപ്പൊ നമ്മള് കൊറേ പയം പൊരി തിന്നും. ഞാൻ എടുക്കാൻ പോവാണേ. മമ്മാനെ അടുത്ത റൗണ്ട് എടുക്കാൻ പോകുന്നു ഗൈസ്. ഹലോ, ഇതാണ് അതിനെ വാങ്ങിക്കണേ. ഇനി പോട്ടെ. പുടുത്തോ കാര്യങ്ങളൊക്കെ ഉള്ള സാധനം. ഈ സാധനം പിന്നെ എന്തിനാ വാങ്ങിയേ? ഇപ്പൊ ഇവനാരെ പൊട്ടനോ? ഓ, ചിക്കൻ കറിയായി ഗൈസ്. കറിയല്ല ഗ്രേവിയാണ്. ഇടാൻ പോവാണേ. ഇതിന് വെള്ളമൊന്നും ചേർത്ത് ഇടാൻ പോവാണേ. സത്യമായിട്ടും ചിക്കന്റെ വെള്ളാണത്. ആയിക്കോട്ടെ, ആ വെള്ളം വറ്റണം. അത് നമ്മള് വെള്ളം ഇല്ലാതെ നിൽക്കണ വെള്ളയ്ക്ക് ഒഴിച്ചാൽ മതിയല്ലേ? ആ വെള്ളം ഫുള്ള് വെള്ളം പറ്റണം. അതാണ് ഞങ്ങളോട് പറഞ്ഞത്. കറി ആവരുത്, ഗ്രേവി ആവണം. ഗ്രേവി ആവണം. ഗ്രേവി നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു കൊയ പോലെ സാധനം, അതാണ് ഗ്രേവി. കുറച്ചേരം കൂടി കാത്തുക, അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മാനിട്ടാണ് അടുപ്പിക്കിടാ. ഇത് ചിക്കൻ കറിയാണ്. അപ്പൊ ചിക്കൻ കറി അല്ലേ നമുക്ക് വേണ്ടത്, നമുക്ക് ഗ്രേവിയാണ് വേണ്ടത്. പല പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ട് ഗ്രേവിയാണ് നമുക്ക് ഗ്രേവിയാണ് വേണ്ടത്. അത് ചിക്കനത്തെ വെള്ളം ഇറങ്ങി ആക്കി തരാം. ശരിയാക്കാം. എന്താ ഇവിടെ വല്ലതും നടക്കുമോ? ഇവിടെ നടന്നുകൊണ്ടിരിക്കാണ്. ഓക്കെ. ഇപ്പൊ തൊട്ടൊക്കെ കല്ലുമായിരിക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞോ നോക്കൂടി. ഒക്കെ കല്ല് വായിക്കോട്ടോ. 5 കഴിയുമ്പോ രതീഷ് ഉറങ്ങിയ രതീഷ് കണ്ടോ, നല്ല സോഫ്റ്റ് സാധനങ്ങളായി.
നോക്കാം guys. ഞാനും ആദ്യം കണ്ടപ്പോഴേ ആകെ എന്താ പോലെയായി. പിന്നെ വേറെ പ്രശ്നം, കഴിഞ്ഞ പ്രാവശ്യം പഴംപൊരി ഉണ്ടാക്കി എങ്ങനെയാ നമ്മ പറഞ്ഞുതരും. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് മഞ്ഞൾ ഇട്ടിട്ടില്ല, പഞ്ചസാര എടുത്തിട്ടില്ല, ഏലക്കായി എടുത്തിട്ടില്ല. ഇപ്രാവശ്യം ഒക്കെ ഇട്ടത്. ഞാനേ വേറൊരു സംഭവം ഉണ്ടായിരുന്നു പോണ്ടാ. പണ്ട് നമ്മളെ മറ്റേ തറവാട്ടിലുള്ള ടൈമില് ഇങ്ങോട്ട് തറവാട്ടിലുള്ള ടൈമില് ആരെ പഴംപൊരി ഉണ്ടാക്കിയെന്ന് വെച്ചറിയില്ല. ഞാൻ എന്ത് ചെയ്തു, സ്കൂൾ വിട്ടുന്ന ടൈമാ, താഴത്തെ കുട്ടുണ്ടായിന്. എടാ പഴംപൊരി ഉണ്ട് വെല്ലിച്ചുണ്ട് പറഞ്ഞാണ്ട് കൊണ്ടുവന്നു. നമ്മ വേണ്ടതന്നെ ഇത് നോക്കിയപ്പോ പയലയില് പൊരി മാത്രം വാങ്ങില്ല. ഇതാണ് എന്റെ പഴംപൊരി വെച്ചത് കുട്ടിനോട്. ഉമ്മ വേണമെന്നുണ്ടാക്കിയല്ലേ പയല്ല അപ്പൊ വെറുതെ ഉണ്ടാക്കി വെച്ചു സ്കൂളിൽ വന്നപ്പോ. പയല്ല അപ്പൊ വെറുതെ മസാലത്തിണ്ടായോണ്ട് ചോദിച്ചാൽ എന്താ അമ്മ പഴംപൊരിയാണോ ചോദിച്ചു. ആ പറഞ്ഞു ഞാൻ. പയല്ല പയല്ലാതെ പഴംപൊരി എന്തേലും തിന്നാടണ്ടേ. ഇതിന് കണ്ടിട്ടാണ് എനിക്ക് വള്ളായി തോന്നുന്നത്. നോക്കാം. അല്ല അത് അല്ല ഫുള്ള് വള്ളാണേ. വെള്ളം ഫുള്ള് വച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇനി മസാല ഇടേണ്ടി വരുമ്പോ ഗ്രേവി ആണെങ്കിൽ ഇപ്പൊ എന്നാണ് ബിരിയാണി വെച്ച മാതിരി ആവൂലേ. മസാല ഇട്ടിട്ട് അതിലിപ്പോ എല്ലാ മസാലയും ഉണ്ട്. വെള്ളം വറ്റണം കേസ്. നമുക്ക് എന്തായാലും ഇനി കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് എല്ലാ സാധനങ്ങളും ആയി കഴിഞ്ഞിട്ട് ഇതാക്കലോ കൊണ്ടാ. ഞാൻ ഇപ്പൊ ഒന്ന് പുറത്ത് പോവാണ്. കാരണം എന്താ വെച്ചാൽ എന്റെ പല്ലിന്റെ കമ്പി ടൈറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാള് പിന്നെ അടുത്ത 7-ാം തീയതി അതുവരെ കാത്തുനിന്ന് കഴിഞ്ഞാൽ എന്റെ പല്ലിന്റെ ഗതി കഴിച്ച് അധോഗതിയാവും. ഇപ്പൊ തന്നെ ആകെ മൂഞ്ചി കിടക്കുകയാണ്. അപ്പൊ ഞാൻ ഒന്ന് പെട്ടെന്ന് പോയി വരട്ടെ കേട്ടോ. അപ്പൊ അനു ഇത് കൺട്രോൾ ചെയ്യണം. ഇതെന്തായാലും ഞാൻ കുറച്ച് ടൈം എടുക്കും. കാരണം എത്ര കൂടി പഴങ്ങളുണ്ടല്ലോ. ആ ടൈം കൊണ്ട് പോയി തരില്ലേ. എന്തായാലും ഗൈസ് ഓണെന്തായാലും പോയി പെട്ടെന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി സെറ്റ് ആക്കാം. അങ്ങനെ ഗൈസ് നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മോട്ടനാപ്പത്തിന് ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നു. നമ്മൾ ഇവിടെ ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് ഇല്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ ചെറിയ ഏരിയയാണ്. പിന്നെ നമ്മൾ ടേബിൾ ഇങ്ങോട്ട് വെച്ചോണ്ട് തന്നെ അത്യാവശ്യം ലൈറ്റ് നമുക്ക് കാണാൻ കിട്ടും. കണ്ടില്ലേ, ഇത്ര ലൈറ്റ് ആയാലും കിട്ടും. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി സാധനങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരാം. എല്ലാം ഇവിടെ പാത്രത്തിലാക്കിയാണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ മമ്മ. പഴംപൊരിയും പിന്നെ ചിക്കൻ കറിയല്ല ഗ്രേവി. പഴംപൊരിയും ചിക്കൻ ഗ്രേവിയാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഉണ്ടാക്കിയ ആള് ഉമ്മ. അപ്പൊ നമുക്ക് ഗൈസ് ഞങ്ങൾ രണ്ടാളും അപ്പൊ നമുക്ക് എന്തായാലും പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എടുത്തോളി സാധനങ്ങൾ എടുത്തോളി. ഞാൻ പഴംപൊരി എടുത്തോളി നടക്കി. നമ്മുടെ തീറ്റയാണ് നിങ്ങൾ കാണാൻ പോണത്. നിങ്ങൾ കണ്ടിട്ട് അതായത് ആദ്യം ഞങ്ങള് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. എന്റെ ഫോൺ അടിക്കണ്ടല്ലോ. നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാം ഗൈസ്. നമ്മണ്ടാ ഇരുന്നോ. അപ്പൊ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗൈസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കിടിലൻ സാധനമാണ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. മമ്മ എടുത്തോളി ഇടുക്കി മമ്മക്ക് ഇനി ഇതൊക്കെ എത്തുമോ? ഇത് കൊപ്പിട്ട് എല്ലാരും ഒന്നിനും നിന്നി. അങ്ങനെയാണ് മറ്റേ എവിടെയാ സൗദിയിലോ ഗൾഫിലോ എവിടെയാണ്? സൗദിയിലോ ഗൾഫിലോ അതേപോലെ എല്ലാരും കൂടി അത് ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാരും അങ്ങനെ തന്നെ. അപ്പോ നമ്മള് ഇന്നത്തെ ഒരു ദിവസത്തിന് ഗൾഫ് രാജ്യത്തെ മൈക്കാകാൻ പോവാണ്. മമ്മ അങ്ങനെയല്ല തിന്നേണ്ടത്. ഇത് തിന്നാനില്ലേ കടിച്ചാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ആദ്യം പൊട്ടിച്ചിട്ട് ഇതിന്ന് ഇങ്ങനെ എടുക്ക കണ്ടോ. ഇത് ഗൈസ് ശരിക്കും ബീഫാണ് എല്ലാരും തിന്നല്. ഇത് നമ്മള് ചിക്കനാണ് നമ്മൾ തിന്നാൻ പോണത്. മനസ്സിലായി. എന്താ ജെന്യൂൻ റിവ്യൂ അറിയാട്ടോ. സംഭവം ഗൈസ് കിടിലൻ സാധനാണ്. ചിക്കൻ ബീഫാണോ ചിക്കനാണോ ഇഷ്ടപ്പെട്ടെ? അത് നോക്കുമ്പോ അത് ഞാൻ കൊറേ നാളായി തിന്നിട്ട്. അപ്പൊ ഇത് മോശമായിട്ടോ കിട്ടുന്ന സാധനമായി പോയി. മമ്മ ട്രൈ ചെയ്ത് നോക്കിക്കാണ്. മമ്മ ചിക്കൻ പീസും മറ്റേ കയ്യുമീ. ഇതെന്ത് പരിപാടി ഇമ്മമ്മ? അത് അങ്ങനെ ടേസ്റ്റ് കിട്ടൂലോ. അങ്ങനെ തിന്നാണെന്നുണ്ടെങ്കിൽ ഇമ്മമ്മ ഉണ്ടല്ലോ ചിക്കൻ കറി ചോറും കൂട്ടി തിന്നാ മതി. അങ്ങനെയല്ലേ നിങ്ങളെ മാരിക്കേ കടിച്ചാൽ എങ്ങനെയുണ്ട്? കൂട്ടി കഴിച്ചാണ്ട് തിന്നാ. പഴംപൊരി കൂട്ടിയാണ്ട് തിന്നാ നോട്ടെ. മമ്മ അതിലൊരു ചിക്കൻ്റെ കണ്ടടിക്ക്. ഇത് നമുക്ക് എന്താ അറിയോ, ഈ വലിയ ചിക്കനാണ് വേണ്ടി നമ്മൾ ഓൾറെഡി എന്നാ ഒരു കാര്യം ചെയ്യണം. ഈ ചിക്കനൊക്കെ കഴിച്ച് ഒരു ചെറിയ നുറുക്കാക്കിയിട്ട് നമുക്ക് വെക്കാൻ മതി. ഇതെന്താ അറിയോ, ഇത് എങ്ങനെ ശരിക്കും തിന്നിട്ട് വെച്ചാൽ ഒരു ചിക്കൻ്റെ കണ്ടോ അതേപോലെ തന്നെ ഒരു പഴംപൊരി എടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ തിന്നേണ്ടത്.
മമ്മ തിന്നോ? മമ്മ ആക്കണ മറ്റേ ബ്രെഡും ജാമും തിന്നണ ഞാൻ തിന്നുന്നുണ്ട് ഞാൻ തിന്നു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ തിന്നത്. നല്ല രസമുണ്ട്. രസമുണ്ടോ മമ്മാക്ക്? രസമുണ്ട്. ആ മമ്മാന്റെ രസമുണ്ട് കണ്ടോ ഈ അതേ എടുത്താണ്ട് ഇതാക്കി തിന്നാണ് മമ്മി. അതിൽ കൂട്ടി കുഴക്കി ബ്ലിങ്കിങ് കാണിക്കില്ല കേട്ടോ അങ്ങോട്ട് വെക്കുമ്പോ. കൂട്ടി കുഴക്കി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പഴംപൊരി ബീഫും തിന്നിട്ടില്ല, ഇത് പഴംപൊരി ചിക്കൻ തിന്നിട്ടില്ല. പഴംപൊരി ബീഫ് കൂട്ടി ആദ്യമായിട്ടാണ്. ചിക്കനായാലും ബീഫായാലും എന്തായാലും നല്ല രസമുണ്ട്. നോക്കട്ടെ ഞാൻ മുക്കി നോക്കട്ടെ. നമ്മളിങ്ങനെ ആദ്യം ഒരു പീസ് എടുക്കുക, എന്നിട്ട് ഇതിലിങ്ങനെ എടുത്താണ് ഇങ്ങനെ മുക്കുക, നല്ലോണം മുക്കുക, എന്നിട്ടൊരു ചിക്കൻ പീസ് എടുത്താണ്ട് ഇതിനുള്ളിൽ വെക്കുക. എന്താണ് പറയാൻ വയ്യ, അത്ര രസം. ഞാൻ വിചാരിച്ചതിനെക്കാട്ടൊരു അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. പഴംപൊരിനെ പറ്റി പറയാനാണെങ്കിൽ ഗൈസ്, പഴംപൊരി കിടില്ല, ചിക്കൻ കറി അതിലും കിടില്ല. സത്യം ഒന്നിനൊന്ന് മെച്ചമായി ആണ് ഗൈസ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എന്താ പറയാ, ഇത്രയും നാളത്തെ ഒരു ഫുഡ് ഉണ്ടാക്കൽ വെച്ച് നോക്കുമ്പോ ഇത് അടിപൊളി ഫുഡായി. ഞാനത് പറയാനല്ല, ഞാനിങ്ങനെ പറയുന്നത് കാരണം ഇത്രയും കാലം ഞങ്ങൾ ഫുഡ് ബ്ലോഗ് വെച്ചില് ഏറ്റവും അടിപൊളിയായിട്ട് കിട്ടിയ ഒരു സാധനം പറയണമെന്നുണ്ടെങ്കിൽ അത് ഈ സാധനം പഴംപൊരി ചിക്കനും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രസമുണ്ട്. ഞാൻ ആരെങ്കിലും വിരുന്നേര് വരുമ്പോഴേ നമുക്ക് ഇത് ഉണ്ടാക്കണം. തെറ്റാണ് ഗൈസ്. സിമ്മ പല്ലില്ലാതെയാണ് ആ കടിച്ചു മുറിച്ച് തിന്നണത്. നിങ്ങൾ ഇത് ആലോചിക്കണം. അടിപൊളി സാധനമാണ്, എനിക്ക് ഒന്നും പറയല്ല. എനിക്കൊന്നും പറയാനില്ല, നല്ല രസമുണ്ട്. അപ്പൊ ബീഫും ചിലപ്പോ ഇതിനുമായിട്ട് അടിപൊളിയാക്കിയില്ല, എനിക്കറിയില്ല, ഞാൻ തിന്നിട്ടില്ല. അത് തിന്ന ദിവസം ബീഫും നല്ല രസമുണ്ട്. ആണോ? എല്ലാരും ഇന്നത്തെ വ്ളോഗ്. അപ്പൊ ഗൈസ് നമുക്ക് നെക്സ്റ്റ് ഇതേപോലെ എല്ലാ വ്ളോഗും കാര്യങ്ങളൊക്കെ വരും. നാളെ നമ്മൾ കാട് വെട്ടാൻ പോണ്ടേ? നാളെ നമ്മൾ കാട് വെട്ടാൻ കാര്യങ്ങളൊക്കെ പോകാണ്ട് അപ്പൊ അതിന്റെ വ്ളോഗ് വരും. മഴ ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യാം, നമുക്ക് എല്ലാം സെറ്റ് ആക്കാം. നമ്മ എന്താണ് നാളെ ഈ ഓണത്തിന്റെ ഇതല്ലേ, ഓണം മറ്റന്നാളാണ്. നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വ്ളോഗ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞങ്ങൾക്ക് പറയാൻ ഓണാവുമ്പോ കാടിട്ട് മെഷീനൊന്നും കിട്ടൂല, അതിന് കുറച്ച് പ്രശ്നമുണ്ട്. എല്ലാവരോടും ഫുഡാണ്. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത വീഡിയോസിലേക്ക് കാണാം. ഓക്കെ ബൈ.